നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന സമയം വരെ നമ്മൾ ചെയ്ത നന്മയും നമ്മൾ ചെയ്ത തിന്മയും ഒന്ന് എഴുതിരിക്കാതാക്കിയാൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും, ഈ നിലയ്ക്ക് ഞാൻ ആഖിറത്തിൽ ചെന്നാൽ ഞാൻ നാളെ വിജയിക്കില്ല. കാരണം എന്റെ തിന്മയാണ് മുൻതൂക്കമായി. ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ എന്റെ തിന്മക്കാണ് മുൻതൂക്കം. നാളെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് തിന്മക്ക് മുൻതൂക്കം കിട്ടിയവൻ അവന്റെ പാർപ്പിടം നരകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ തിന്മയുടെ കൂമ്പാരം ഒന്ന് ചുരുങ്ങിക്കിട്ടാനുള്ള വലിയൊരു അമലാണ് തസ്ബീഹ് നിസ്കാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് പറഞ്ഞില്ലേ, നിനക്കൊരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരാം, നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അത് നീ ചെയ്താൽ നിന്റേതായ എല്ലാ ദോഷവും, നീ മുമ്പ് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും, പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും, മറന്നും കൊണ്ട് ചെയ്തതും പിയച്ചും കൊണ്ട് ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും എല്ലാം നിനക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരും. അങ്ങനത്തെ ഒരു അമല് നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് തുസല്ലി അർബഅ റകഅത്തിൻ, നീ 4 റകഅത്ത് നിസ്കരിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ ഹദീസ് അങ്ങനെ വിശദീകരിച്ചു പോവുകയാണ്. ഇവിടെ ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. ഈ തസ്ബീഹ് നിസ്കാരം പറയുമ്പോ അവാന്തര വിഭാഗം അഥവാ മുജാഹിദ് പോലത്ത ഈ പുത്തനാശയേക്കാൾ തസ്ബീഹ് നിസ്കാരത്തെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ സാധാരണക്കാരൻക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രാമാണികതയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പ്രാമാണികമായ തെളിവുകൾ ആവശ്യമുള്ളവർക്ക് വിശാലമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച്, ഈ ഹദീസിന്റെ സുഹത്തിനെ കുറിച്ച്, ഈ ഹദീസിന്റെ സനദുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു, നമ്മുടെ കൂട്ടത്തിൽ ഒരു ചെറിയ വഹാബിണ്ടായാൽ മതി, ഭയങ്കര സുയിഫ. നോക്കിങ്ങൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ കുടുംബത്തിൽ ഒരു ഒറ്റ വഹാബിണ്ടായാൽ മതി, കുടുംബാകെ കലങ്ങിപ്പോകും. ചിലപ്പോൾ ഉമ്മാമങ്ങനെ തസ്ബീഹ് അബൂ റയ്യാൻ ഉസ്താദിന്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടിയിട്ട് 97 44 87 5792 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. യൂട്യൂബ് ലിങ്കുകളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഓരോ ക്ലാസിന്റെയും ഓഡിയോ ദിവസവും ലഭിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെയുണ്ട്. വല്യമ്മാന്റെ കൽബിഷ്കാലാക്കി. ആ വല്യമ്മ ഒരു ചെറിയ ഒന്നുണ്ടാക്കിയിട്ട് കിണ്ടീന് ഒരു 2 തുള്ളി വെള്ളം കുടിക്കുകയാണ്. ഇതെന്താ മുത്തുനബി ഇങ്ങനെ സുന്നത്താക്കിയിട്ടുണ്ടോ? ഓൻ ഇഷ്കാലാക്കി. അത് പൊതുവിൽ ഈ വിഭാഗത്തിന്റെ ഒരു അവസ്ഥയാണ്. ഒരു നല്ല അമല് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനെ വസ്വാസാക്കി കേൾക്കുക. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, ഒരുപാട് ആളുകൾ ഗൾഫുകാരാണ്. ഈ ഗൾഫിലൊക്കെ അവനവന്റെ റൂമില് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നിസ്കരിക്കുന്നത് കാണുമ്പോ അറബി വന്ന് ചോദിക്കും, എന്തൊക്കെയാണ് നിസ്കരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറയും ഞങ്ങൾ നിസ്കാരാണ് എന്ന് പറയും. അപ്പൊ അറബി പറയും എന്ത് നിസ്കാരം, അങ്ങനെ നിസ്കാരം ഇല്ലാതൊക്കെ ബിദ്അത്താണ്, അത് കബീഹാണ് എന്നൊക്കെ പറയുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ പിന്മാറരുത്. മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ ഹദീസിന്റെ സിഹത്തുകളെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുകയും വലിയ മഹത്വമുള്ള അമലായി നിസ്കാരമായി ഒരുപാട് മഹാന്മാർ അവരുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. അതിന്റെ പ്രാമാണികമായ വിഷയത്തെക്കുറിച്ച് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു.
അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എന്റെ മുഴുവൻ സഹോദരന്മാരോടും അതുപോലെ തന്നെ സഹോദരിമാരോടും പറയുന്നു, സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും ഈ തസ്ബീഹ് നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. ഇൻഷാ അല്ലാഹ് ആ തസ്ബീഹ് നിസ്കാരത്തിൽ ഓതേണ്ട ഒരു സൂറത്ത് പറയുമ്പോ ഇൻഷാ അല്ലാഹ് അതിന്റെ ഗൗരവം വീണ്ടും ചർച്ചയ്ക്ക് വരുന്നത് കൊണ്ട് ഞാനിപ്പോൾ അതിന്റെ ഗൗരവത്തിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം മനസ്സിലായിട്ട് അതിന്റെ മഹത്വം അറിഞ്ഞിട്ട് ഒരാൾ തസ്ബീഹ് നിസ്കരിക്കാതിരുന്നാൽ അവൻ ദീന് കൊണ്ട് കളിയാക്കുന്നവനല്ലാതെ ദീനിയായ കാര്യങ്ങൾ അവഗണിക്കുന്നവനല്ലാതെ ജീവിതത്തിൽ തസ്ബീഹ് നിസ്കാരം ഒഴിവാക്കുകയില്ല എന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഈ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത്. ഇനി അവിടെ ഇഷ്കാലുകളൊക്കെയും സാധാരണക്കാർക്ക് വരുന്ന പല ഇഷ്കാലുകളും പലവരും ചോദിച്ച ഇഷ്കാലുകളുടെ മറുപടി കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ക്ലാസ് വിഷയം പറയുന്നത് എന്ന് ചോദ്യകർത്താക്കളെ പ്രത്യേകം അറിയിക്കുകയാണ്. 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. ഈ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം 2 റക്അത്തായിട്ടും നിസ്കരിക്കാം. എന്ത് പറ്റില്ല? 4 റക്അത്തിനേക്കാൾ അധികം പറ്റില്ല. ഒരാൾ 6 റക്അത്ത് തസ്ബീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് ഒരു 6 റക്അത്ത് തസ്ബീഹ് ഫലാ തസ്ബിഹുൽ സിയാദത്തു അലൽ അർബഈ 4 റക്അത്തിനേക്കാൾ അധികമാക്കൽ ഉണ്ടാവുകയില്ല, സഹിയാകുന്നതല്ല എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ അവരൊരു ചെറിയ ഇഷ്കാര്യങ്ങൾക്ക് വരും. അതെങ്ങനെ പറ്റുമോ? 2 റക്അത്തായി നിസ്കരിക്കാമെങ്കിൽ ഒരാള് ഒന്നായിട്ട് 4 റക്അത്ത് നിസ്കരിക്കാൻ ഓനെ കൊണ്ടാവൂല. അങ്ങനെ ഇതാവും അല്ലെ? ഗൾഫിലേക്കൊക്കെ പറ്റിയൊരു മസല ഞാൻ പറഞ്ഞത്. കാരണം എന്റെ കണക്കിൽ, നിങ്ങളുടെ കണക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല, എന്റെ കണക്കിൽ 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിക്കാൻ 300 തസ്ബീഹ് ചൊല്ലി 4 റക്അത്ത് നിസ്കരിക്കാൻ ഒരു 20 മിനിറ്റ് പിടിക്കും. ഇനി തസ്ബീഹ് നിസ്കരിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നിസ്കാരത്തിന് വന്ന സമയം വേണമെങ്കിൽ പബ്ലിക്കിൽ അറിയിക്കാം. ഒരു 10 മിനിറ്റ് വെച്ച് നിസ്കരിക്കുന്നവരുണ്ടാവുക, എടുക്കാതാണ് നമുക്കറിയില്ല. ഒരു നല്ല നിലയിൽ 30 20 അതിന്റെ ഒരു കണക്ക്. ഞാൻ അത്യാവശ്യം ആക്കം പോലെ ചൊല്ലിയിട്ട് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കണക്കിൽ 20. അപ്പൊ ഇഷ്കാല് പതല്ല. നമുക്ക് ഇഷ്കാല് വരുന്നത് എന്താ? ഒരാൾക്ക് 20 മിനിറ്റ് ഒന്നായിട്ട് നിൽക്കാൻ വരില്ല. ഇങ്ങനെ വരുമല്ലോ. അതായത് 20 റക്അത്ത് സമയം കിട്ടൂല. ജോലി തിരക്കിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഒരാൾ 2 റക്അത്ത് ഇന്ന് രാത്രി നിസ്കരിച്ചു, 2 റക്അത്ത് 4 രാത്രി. ഇത് പറ്റുമോ? ഞാനിപ്പോ പലർക്ക് ഇഷ്കാല് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു? 2 റക്അത്ത് പകലിൽ നിസ്കരിച്ചു, 2 റക്അത്ത് രാത്രി നിസ്കരിച്ചു. പക്ഷേ ഇവിടെ അലിയുഷിബ്ര മല്ലസി എന്ന നിഹായന്റെ ഹാഷിയാകുന്ന അലിയുഷിബ്ര മല്ലസിയിൽ നോക്കിയാൽ കാണാം, ഒരാൾ തസ്ബീഹ് നിസ്കാരം 2 റക്അത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഈ 4 റക്അത്ത് ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന രൂപത്തില് വിട്ടുപിരിക്കാതെ അഥവാ തുടർച്ചയായി നിസ്കരിക്കല് അത്യാവശ്യമാണ് എന്ന് അലിയുഷിബ്ര മല്ലസി പോലത്തെ കിതാബുകളിൽ കാണാം. ലാക്കിൻ ലാബുദ്ദ ഫീ ഹുസൂലി സുന്നത്തിഹാ ഹീനഇദിൻ മിൻ അൻ യുവാലിയ ബൈനൽ ഇഹ്റാമൈനി 2 തക്ബീറിന്റെ ഇടയിൽ മുവാലാത്ത് തുടർച്ചയായി ചെയ്യുക. അപ്പൊ 2 റക്അത്ത് നിസ്കരിച്ചു, അധികം വൈകാതെ വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. നേരെ മറിച്ച് ഒരാൾ പകലിൽ 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് രാത്രി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു. അവരൊരു മുവാലാത്ത് തുടർച്ചയായി ചെയ്യുക. ഈ 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള സമയദൈർഘ്യം ഈ 2 റക്അത്തുകളുടെ ഇടയിൽ വരാൻ പാടില്ല എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. അപ്പൊ അത് ഒരാൾ അങ്ങനെ ചെയ്താലും നിസ്കാരം ബാത്തിലാകും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏതായിരുന്നാലും ഫിഖ്ഹിന്റെ കിതാബിലെ മുഅ്തമദ് പ്രകാരം, പ്രബലമായ അഭിപ്രായ പ്രകാരം 2 റക്അത്തായി നിസ്കരിക്കുമ്പോ മുവാലാത്ത് അത്യാവശ്യമാണ്. ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന്റെ ഇടയിൽ ഇപ്പൊ ഒന്ന് ഒന്നുണ്ടാക്കാൻ പോയി, ചിലപ്പോൾ സഹോദരിമാർക്കൊക്കെ ആവശ്യം ഉണ്ടാവും. ഈ മുല കൊതുക്കുന്ന സ്ത്രീകളുണ്ടാവും. മുല കുടിക്കുന്ന ചെറിയ കുട്ടികളുള്ള സ്ത്രീകള് 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്നു,
150 ദിക്റ് ചൊല്ലിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞപ്പോഴേക്ക് 10 മിനിറ്റ് കഴിഞ്ഞു. കുട്ടി ഉറങ്ങാൻ കറക്റ്റീന്. കുട്ടി അലാക്കിന്റെ കരച്ചിലാണ്ട് കരഞ്ഞ്. അപ്പൊ പോയിട്ടൊന്ന് പെട്ടെന്നൊരു മുല കൊടുക്കാൻ വേണ്ടി, അതുകൊണ്ട് ഇപ്പൊ മാത്രം അവിടെ നഷ്ടപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും പരമാവധി ഇത് ശ്രദ്ധിക്കണം. എന്ത്? ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കുമ്പോ ആ 2 റക്അത്തുകളുടെ ഇടയിൽ തുടർച്ചയായി ചെയ്യുക മുവാലാത്ത് അത്യാവശ്യമാണെന്ന് അലി ശിബ്റാം അല്ലസി പോലത്ത നിഹായന്റെ ഹാശിയിൽ ഇത്തരം മസാലകൾ വിശദീകരിച്ചതായി കാണാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം. ഇനി ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കാം. പക്ഷെ അവിടെ തന്നെ മഹാന്മാർ പറയുന്നു, പകലിലാണ് ഒരാൾ തറാവീഹ് നിസ്കരിക്കുന്നത്. ഒരാള് രാത്രി സമയം കിട്ടാത്തതിന്റെ പേരിൽ പകലിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ഒരാള് പകലിൽ സാധിക്കാത്തതിന്റെ പേരിൽ രാത്രിയിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കലാണ് നല്ലത്. അപ്പൊ എല്ലാവർക്കും ആ സംശയം തീർന്നല്ലോ. പകലിൽ നിസ്കരിക്കുകയാണെങ്കിലും ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കാം. പക്ഷെ പകലിൽ നിസ്കരിക്കുമ്പോ 4 റക്അത്ത് ഒന്നായിട്ടും നിസ്കരിക്കുക. രാത്രിയാണ് നിസ്കരിക്കുമ്പോഴും 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കാം. പക്ഷേ ഏറ്റവും നല്ലതെന്താണ്? 4 റക്അത്തായിട്ട് നിസ്കരിക്കലാണ് രാത്രി നല്ലത്. ഇനി അവിടെ ഒരു ചെറിയ സംശയം കൂടി ഞാൻ തീർക്കാം. 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുമ്പോൾ ഒറ്റ അത്തഹിയ്യാത്ത് ഓതിയിട്ട് നിസ്കരിക്കാം. ഇതുപോലെ നമ്മൾ സാധാരണ അങ്ങനത്തെ തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി 4 റക്അത്ത് നിസ്കരിച്ച് അവസാനം ഒരു അത്തഹിയ്യാത്ത് മാത്രം ഓതി അങ്ങനെയും നിസ്കരിക്കാം. ഇനി വേണമെങ്കിൽ എങ്ങനെയുമാവാം, 2 റക്അത്ത് നിസ്കരിച്ച് ഇടയിൽ ഒരു അത്തഹിയ്യാത്ത് ഓതി പിന്നീട് 2 റക്അത്ത് വീണ്ടും നിസ്കരിച്ച് അവസാനം ഒരു അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. ഏതുപോലെ നമ്മൾ ളുഹ്ർ നിസ്കരിക്കും പോലെ. അപ്പൊ ളുഹ്ർ 4 റക്അത്താണ്. നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതും, ഇന്നത്തെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു അത്തഹിയ്യാത്തും പാടെ ഓതി സലാം വീട്ടും. അങ്ങനെയും നിസ്കരിക്കാം 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുമ്പോ. അതല്ലെങ്കിൽ ഇടയിൽ അത്തഹിയ്യാത്ത് ഓതാതെ നേരെ നിസ്കരിക്കാം. ഞാൻ ഈ മസാലകളൊക്കെയും പറയാൻ കാരണം എന്താ, ചിലപ്പോ 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർ സാധാരണക്കാർ എന്ത് മനസ്സിലാക്കും, 2 റക്അത്ത് കഴിഞ്ഞ അത്തഹിയ്യാത്ത് ഓതണം. ചിലപ്പോ വല്ല കാരണവശാലും അത്തഹിയ്യാത്ത് ഓതാൻ മറക്കും. അപ്പൊ എന്റെ തസ്ബീഹ് നിസ്കാരം കല്ലത്തായോ കൊളായോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരത്തിന്റെ എണ്ണം. 4 റക്അത്ത് പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. രാത്രി നിസ്കരിക്കുമ്പോ ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി വേണമെങ്കിൽ പകലിൽ നിസ്കരിക്കുമ്പോഴും ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കാം. രാത്രി നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് ഒന്നായിട്ടായിട്ട് നിസ്കരിക്കാം. 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്തോട് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് വീണ്ടും അത്തഹിയ്യാത്തോട് സലാം വീട്ടി അങ്ങനെ നിസ്കരിക്കാം. ഇടയിൽ അത്തഹിയ്യാത്ത് ഓതാതെ ഒന്നായിട്ട് 4 റക്അത്ത് നിസ്കരിച്ചിട്ടും നിസ്കരിച്ചിട്ട് അവസാനം ഒരു അത്തഹിയ്യാത്തോട് അങ്ങനെയൊക്കെയും നിസ്കരിക്കാം. ഇതിലൊന്നും സാധാരണക്കാർക്ക് ഞാൻ വിഷയത്തില് സംശയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദീകരിച്ചത്. ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഭാഗങ്ങളൊക്കെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് കിതാബിന്റെ പേരിന്റെ ആവശ്യം ഇല്ല, അവർക്ക് മസലയാണല്ല ആവശ്യം എന്ന നിലയ്ക്ക് കിതാബിന്റെ പേരൊന്നും പറയുന്നില്ല. ഇനി എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, പലവരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് റമളാനിൽ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ്. അങ്ങനെ ഒരുപാട് സഹോദരിമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ലോ. എന്റെ സാധാരണക്കാർക്കുള്ള ക്ലാസുകളിൽ റമളാനുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ചോദിക്കുമ്പോ ഞാൻ 1-2 സ്ഥലത്ത് ചോദിച്ച് റമളാനിലെ പ്രത്യേകമായ നിസ്കാരം ഒന്ന് പറഞ്ഞാണെന്നാണ്. അപ്പൊ ഒരു കൂട്ടക്കാർ പല സ്ത്രീകളാണ് തറാവീഹ് നിസ്കാരം. ഉത്തരം ശരിയാണ്, റമളാനിലെ പ്രത്യേകമായ നിസ്കാരമാണ്. വേറെ കുറെ സഹോദരിമാര് പറഞ്ഞ് തസ്ബീഹ് നിസ്കാരവും തറാവീഹ് നിസ്കാരവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്താ ഈ തസ്ബീഹ് നിസ്കാരം എന്ന് പറയാൻ കാരണം? അത് റമളാനിൽ നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ? അല്ല,
അപ്പൊ അങ്ങനെയൊക്കെ ഒരു ധാരണ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അല്ലാതെ നിങ്ങൾ അങ്ങനെ ധാരണ ഉള്ളവരാണെന്ന് ഞാൻ വെക്കുകയല്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സാധാരണക്കാരുടെ കൽബിൽ എന്തായേക്കാം. അതുകൊണ്ട് റമളാനിൽ മാത്രം നിസ്കരിക്കേണ്ട നിസ്കാരമല്ല. യഥാർത്ഥത്തില് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മണിക്കൂറിൽ പല പ്രാവശ്യം നിസ്കരിക്കാനാണ്. ഫതാവൽ കുബ്ര പോലത്തെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് നോക്കിയാൽ കാണാം, ഓനൊരു മണിക്കൂറിൽ 4 വട്ടം നിസ്കരിച്ചു. ഇപ്പൊ നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് തസ്ബീഹ് നിസ്കരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. 15 മിനിറ്റ് വെച്ച് ഒരു മണിക്കൂർ കൊണ്ട് 4 വട്ടം തസ്ബീഹ് നിസ്കരിച്ചു. ഒരു കുഴപ്പമില്ല. ഇനി ഒന്നും കൂടി അതിന്റെ നല്ലൊരു വശം എന്താണ്? പകലിൽ ഒരിക്കൽ നിസ്കരിക്കുക. എല്ലാ ദിവസവും പകലിലും നിസ്കരിക്കുക, എല്ലാ ദിവസവും രാത്രിയിലും നിസ്കരിക്കുക. എന്താ അബൂദയ്യാനെങ്കിൽ കൊല്ലത്തിലൊരിക്കൊന്ന് നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാ ഖൈറാനല്ലേ. നമ്മുടെ ഭാര്യയും കുട്ടികളൊക്കെയും വാസ്തവത്തില് പകലിൽ ഒരു റമളാൻ ആവട്ടെ റമളാൻ ആവാതിരിക്കട്ടെ, പകലിൽ ഒരിക്കൽ നിസ്കരിക്കുക, രാത്രി നിസ്കരിക്കുക. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് എല്ലാ ദിവസവും ദിവസത്തിൽ ഒന്ന്, ഒരിക്കൽ രാത്രിയിലോ പകലിലോ ആയി ഒരു പ്രാവശ്യം നിസ്കരിക്കുക. ദിവസം നിസ്കരിക്കാൻ സാധ്യമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കാൻ വയ്യെങ്കിൽ മാസത്തിൽ ഒരിക്കൽ നിസ്കരിക്കുക. മാസത്തിൽ ഒരിക്കൽ നിസ്കരിക്കാൻ വയ്യെങ്കിൽ എന്താക്കുക? കൊല്ലത്തിൽ ഒരിക്കൽ നിസ്കരിക്കുക. കൊല്ലത്തിൽ ഒരിക്കൽ നിസ്കരിക്കാൻ വയ്യെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാത്തവൻ ദീന് കൊണ്ട് പരിഹസിച്ചു എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ ഈ ക്ലാസ് റൂമിലോ ഈ ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളുടെ കുടുംബ മിത്രാദികളിലോ ആരുടെങ്കിലും കൂട്ടത്തിൽ തസ്ബീഹ് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഈ സമയത്തുണ്ട്. അവരോടൊക്കെയും ഞാനൊരു വസിയത്ത് ചെയ്യുന്നു. നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കണം, ഭാര്യയോട് ചോദിക്കണം, അത്യാവശ്യം നിസ്കരിക്കാൻ സാധിക്കുന്ന പെൺകുട്ടികളോടും ആൺമക്കളോടും ചോദിക്കണം, നിങ്ങളൊക്കെ തസ്ബീഹ് നിസ്കരിച്ചിട്ടുണ്ടോ? അവരൊക്കെയും ദീൻ കളിയാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാത്തവൻ ദീന് കൊണ്ട് പരിഹസിക്കുന്നവനാണ്, ദീന് കൊണ്ട് വില വെക്കാത്തവനാണ്. ഒക്കെയും മഹാന്മാർ അവരുടെ കിതാബിൽ പറഞ്ഞതായി കാണാം. അല്ലാഹു തആല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, അതല്ലെങ്കിൽ റമളാനിന്റെ മഹത്തമായ ഏതെങ്കിലും രാത്രിയിൽ, നമ്മുടെ എല്ലാ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു മഹത്തായ നിസ്കാരം നല്ല ഇഖ്ലാസോടുകൂടെ നാളെ മഖബൂലാവുന്ന രൂപത്തിൽ, നാളെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് ആ തിന്മകളുടെ കൂമ്പാരങ്ങൾ ഒഴിവായി കിട്ടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു തസ്ബീഹ് നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് അവരൊരു മസ്അല കൂടി ഞാൻ വിശദീകരിക്കുന്നു. നിസ്കരിക്കൽ കറാഹത്തായ സമയത്ത് നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. ചിലപ്പോ ആൾക്കാരുണ്ടാവും, ചിലപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ മസ്അല വയ്ക്കും. ചിലപ്പം ചിലവര് അതിൽ സുബഹി നിസ്കരിച്ചിട്ട് ഉറക്കം കിട്ടിയില്ല, എന്നാ പിന്നെ നമുക്ക് അത് തസ്ബീഹ് നിസ്കരിക്കാൻ നിന്നൂന്ന് പറയണ്ടാച്ചിട്ടാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും, ഏതായാലും സുബഹി നിസ്കരിച്ചിട്ട് ഉറങ്ങാൻ കൂടിയില്ല, എന്നാ പിന്നെ നമുക്ക് എന്താക്കുക, തസ്ബീഹ് അത് നിസ്കരിക്കുക എന്ന് ആരെങ്കിലും ചിന്തിച്ചാലോ? അതുകൊണ്ട് ഞാൻ പറയാണ്, നിസ്കരിക്കല് കറാഹത്തായ അല്ലെങ്കിൽ നിസ്കരിക്കല് ഹറാമായ 3 വഖ്തുണ്ടല്ലോ. അതേതാ? ഒന്ന്, സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഒരു കുന്തത്തിന്റെ കതിര് ഉദിച്ചുയരുക. അത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പകൽ സമയത്തായതുകൊണ്ട് ഒരുപാട് ഗൾഫുകാർ കേൾക്കാതെ പോയിട്ടുണ്ടാവും. ഏത്? കുറെ കാലായി ഒരു കുന്തത്തിന്റെ കതിരേറ്റ് നടക്കുന്ന അന്ന് രാവിലെ 10 മണിക്കുള്ള ഒരു ക്ലാസ്സിൽ വന്നപ്പോ ഒരുപാട് KMIC റേഡിയോ ശ്രോതാക്കളാണ് ഇപ്പോഴാണ് ഈ കുന്തം മനസ്സിലായത് എന്നാണ്. എന്താ ഒരു കുന്തത്തിന്റെ കതിര് എന്ന് പറഞ്ഞാൽ? ചിലപ്പം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടും പല ഗൾഫുകാരും വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ പല ഗൾഫുകാരും ചോദിക്കും, ഉസ്താദെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണ്ടേ? ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞേക്കാൻ ഇറങ്ങണ്, എനിക്ക് ആ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെന്നും പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്റെ ഒരുപാട് ഗൾഫുകാർക്ക് ഉപകരിക്കുന്ന ഒരു ചെറിയ വിഷയം എന്ന നിലക്ക് ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം ഉണർത്തുകയാണ്. ഒരു കുന്തെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കുന്തം കണ്ടവർ പലരും കുറവായിരിക്കും. നിങ്ങൾ കുന്തത്ത് കൊണ്ടുപോയി വളർത്തിക്കാലിനൊക്കെ പലപ്പോഴും ഭാര്യമാര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ കുന്തം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല.
ഒരു കുന്തത്തിന്റെ കതിർ ഉദിച്ചുയരുക എന്ന് പറഞ്ഞാൽ 20 മിനിറ്റാണ് അതിന്റെ കണക്ക്. 20 മിനിറ്റ്. സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കുന്തത്തിന്റെ കതിർ 7 മുഴം സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ടാവും. അവിടെ മുതൽ നിസ്കരിക്കൽ ഹറാമായ സമയം ഒഴിവായി. അതുകൊണ്ട് എന്റെ ഗൾഫുകാർക്ക് സാന്ദർഭികമായി നല്ലൊരു പോയിന്റ് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ആ യാത്ര പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നിങ്ങൾക്കിഞ്ഞൊരു ഉസ്താദിനോട് ചോദിക്കാതെ തന്നെ വിധി എഴുതാം. നിങ്ങൾ സുബഹി നിസ്കരിച്ചു, അങ്ങനെ 6 മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് വെക്കുക. നിങ്ങൾ ആ പുറപ്പെടുന്ന ദിവസം 6 മണിക്കാണ് സൂര്യോദയം. അതിപ്പോ നമ്മൾ കലണ്ടർ നോക്കിയാൽ കാണുമല്ലേ എത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുക എന്നുള്ളത്. ഉദയം നമുക്ക് കലണ്ടർ നോക്കിയാൽ കിട്ടും അല്ലെ. അങ്ങനെ കലണ്ടർ നോക്കുമ്പോ 6 മണിക്കാണ് സൂര്യോദയം. 6:20 ആയാൽ ഒരു കുന്തത്തിന്റെ കതിറായിട്ടുണ്ടാകും. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് 6:25 അല്ലെങ്കിൽ 6:30 നിങ്ങൾ ഉറപ്പിക്കാം. ഇവിടെ നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിസ്കരിക്കൽ ഹറാമായ സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം 6 മണിക്കാണ് സൂര്യോദയം. 6:20 കഴിഞ്ഞാൽ ഒരു കുന്തത്തിന്റെ കതിർ ആയിട്ടുണ്ടാവും. പിന്നെ അവിടെ മുതൽ നിസ്കരിക്കൽ ഹറാമില്ല. അപ്പൊ 6:20 സൂര്യൻ 6 മണിക്ക് സൂര്യൻ ഉദിക്കുകയും എതിർ ചോദ്യങ്ങളൊന്നും ഇപ്പൊ ഉതണ്ട. മറ്റു ചോദ്യങ്ങളൊന്നും സ്വീകാര്യമല്ല. ആരും PM അയക്കടി എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു. കാരണം ഇത് പലപ്പോഴും ചിലപ്പോൾ പലരും ചെയ്യുവേ. സുബൈ സ്കെച്ചിട്ട് ഉറക്കം കിട്ടിയില്ല, എന്നാ പിന്നെ അബുറയ്യാൻ പറഞ്ഞ മാതിരി ഒന്നാ തസ്ബീഹ് സ്കെച്ച് വിടുക എന്നാരും ചിന്തിക്കണ്ട. കാരണം നിസ്കരിക്കൽ ഹറാമായ സമയത്ത് തസ്ബീഹ് നിസ്കരിക്കാൻ പാടില്ല കേട്ടോ. നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കൽ കറാഹത്തായ സമയത്തില് 5 പലരും പറയും. നമുക്ക് സാധാരണക്കാർക്കുള്ള ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് എളുപ്പം മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. സുബഹി നിസ്കരിച്ചേടം മുതൽ, സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പേണെങ്കിൽ വെച്ചു, സുബഹി നിസ്കരിച്ചേടം മുതൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുക. ഒരു കുന്തത്തിന്റെ കതിർ അവിടെ നിൽക്കട്ടെ. അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ഇനി അത് ഇങ്ങനെ ഇഷ്കാലായിത്തീരും. സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിയുക. സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാ അത് നിങ്ങൾ കലണ്ടർ നോക്കിയാൽ കിട്ടും. എന്നിട്ട് 20 മിനിറ്റ് എപ്പോഴാ കഴിയുന്നത് അത് നോക്കിയാല് കറാഹത്തിന്റെ സമയം കഴിഞ്ഞു, അഥവാ ഹറാമിന്റെ സമയം കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാ? അപ്പൊ ഒരാൾ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നതിന്റെ മുമ്പേ അവന്റെ ജീവിതത്തിൽ അപ്പലാണോ തസ്ബീഹ് നിസ്കരിക്കാൻ സമയം കിട്ടിയത് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൂര്യൻ മധ്യാഹ്ന ഭാഗത്തിൽ വരുന്ന നട്ടുച്ച നേരത്ത് പറ്റില്ല. അതുപോലെ തന്നെ അസ്ർ നിസ്കരിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരാൾക്ക് അസ്ർ, ഇപ്പൊ ഒരുപാട് ഗൾഫുകളുണ്ടാവും. അസ്റിന്റെ ദേശക്ക് നല്ല ഒഴിവുള്ളവര് അസ്ർ നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയം വരെ ഒഴിവുള്ളവരുണ്ടാവും. എന്നാ പിന്നെ നമ്മൾ ഈ ഒഴിഞ്ഞിരിക്കണ്ട, തസ്ബീഹ് നിസ്കരിക്കാം. അത് പലവരും ചിന്തിക്കും. കാരണം നമ്മളിത് ഈ മസല വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പാവം നിസ്കരിച്ചത് ഒരു ഹറാമായ സമയത്തായി തീരും. അത് എന്റെ KML ചെയ്ത സാധാരണക്കാർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം കൂടി ഞാൻ വിശദീകരിച്ചത്. എന്റെ ഇത് ഹറാമായ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, തസ്ബീഹ് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം തസ്ബീഹ് നിസ്കാരം മുത്തലക്കം സുന്നത്ത് നിസ്കാര, പ്രത്യേകമായ കാരണം ഉദയ സുന്നത്ത് നിസ്കാരമല്ല അല്ലെ. പ്രത്യേകമായ കാരണമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ തഹിയ്യത്ത് നിസ്കാരം അത് പള്ളിയിൽ പ്രവേശിക്കുക എന്ന കാരണം, ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് അത് ഇഹ്റാമാണ് അതിന്റെ കാരണം, യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് അത് യാത്രയാണ് അതിന്റെ കാരണം. അങ്ങനെ കാരണമുള്ള നിസ്കാരം അല്ല ഏത് തസ്ബീഹ് നിസ്കാരം. അത് മുത്തലക്കം സുന്നത്ത് നിസ്കാരമാണ്. പ്രത്യേകം സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമല്ല. തറാവീഹിന് സമയമുണ്ട് അല്ലെ, തറാവീഹിന് സമയമുണ്ട്. പലവർക്കും അവരൊരു ചോദ്യം ഉണ്ട്, രാത്രി തറാവീഹ് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പകല് കളാ കൂട്ടാൻ പറ്റുമോ?
അത് ചോദ്യമാണല്ലേ? ആ ചോദ്യം അവിടെ ഇരിക്കട്ടെ. ഒരു ചെറിയ ചർച്ച അവിടെ നടക്കുന്നുണ്ട് മദ്ഹബിന്റെ ഇടയിൽ. രാത്രി ഒരാൾക്ക് തറാവീഹ് നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പകലിൽ ആ നിസ്കാരം കളാ കൂട്ടാൻ പറ്റും. നമുക്ക് നാളെ പറയാം. അങ്ങനെ എല്ലാവരും പാടെ ഒരു ദിവസം ചാക്ക് കൊണ്ടായിട്ട് എല്ലാവരും പാടെ ഒറ്റ ദിവസം ചാക്ക് കെട്ടി കൊണ്ടുപോകാന്ന് വിചാരിച്ച സംഗതി നടക്കൂല. എന്തൊക്കെ ഏതായാലും അത് ചെറിയ ചർച്ച ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അത് തൽക്കാലം പിന്നെ പറയാമെന്ന് പറഞ്ഞത്. ഞാനൊന്ന് വിശാലമായി നോക്കി ഏതായിരുന്നാലും കളാ വീട്ടാമെന്ന അഭിപ്രായത്തിലേക്കാണ് ഷാഫി മദ്ഹബ് എത്തിച്ചേരുന്നത്. അതൊരു ചർച്ച മാറും എന്ന നിലയ്ക്ക് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. കാരണം അത് സാധാരണക്കാരെ അപ്പോൾ ചോദ്യം ഇവിടെ അയക്കാൻ സാധ്യതയുണ്ട്. തറാവീഹ് കളാ കൂട്ടാൻ പറ്റുമോ? ഏതായാലും ഇരിക്കട്ടെ, എന്ത് പറ്റില്ല? ഇതൊരു സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമല്ല. തറാവീഹ് സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാര, അതുപോലെ തന്നെ വിത്ർ സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാര, അതുപോലെ തന്നെ ളുഹ സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരം. അതിനൊക്കെ നിശ്ചിത സമയങ്ങളുണ്ട്. നേരെ മറിച്ച് തസ്ബീഹ് നിസ്കാരത്തിനു പ്രത്യേകമായ സമയം ഇല്ല. അപ്പൊ അതുകൊണ്ട് കാരണവും ഇല്ല. അപ്പൊ പ്രത്യേകമായ സമയം നിശ്ചയിക്കപ്പെടാത്ത കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് നിസ്കരിക്കൽ ഹറാമായ സമയത്ത്, അഥവാ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെയും സൂര്യൻ മധ്യാഹ്ന ഭാഗത്തിലാകുന്ന നേരത്തും, അതുപോലെ തന്നെ അസ്ർ നിസ്കരിച്ചിട്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയും തസ്ബീഹ് നിസ്കാരം പാടില്ല എന്നും പ്രത്യേകമായി അറിയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ സംശയം തീർന്നു. ഇനി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം, ഏത് സൂറത്താണ് ഇതിൽ ഓതേണ്ടത്? ഇക്കാലത്ത് ഞാൻ ഈ സംശയങ്ങളൊക്കെ തീർത്ത് ഒറ്റ വാക്കിൽ നിസ്കരിക്കേണ്ട രൂപം അങ്ങോട്ട് പറയുമ്പോ സാധാരണക്കാർക്ക് അത് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ സൗകര്യമാകും എന്ന നിലക്കാണ് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പൊ നിസ്കാരത്തിന്റെ റക്അത്ത് പറഞ്ഞു, പകലിൽ നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞു, രാത്രി നിസ്കരിക്കുമ്പോ എങ്ങനെ നിസ്കരിക്കലാണ് അഫ്ളൽ എന്ന് പറഞ്ഞു, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിയ്യത്തൊന്ന് പറയാം. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുതാം. അല്ലെങ്കിൽ തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതലാണ് ഏറ്റവും നല്ലത്. ഒരു ചെറിയ മസ്അല അതിന്റെ ഇടയിൽ ഞാൻ പറയാൻ, ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായതുകൊണ്ട് പലവർക്കും അവിടെ അബദ്ധം പറ്റുന്നുണ്ട്. തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ ചിലര് തറാവീഹ് നിസ്കരിക്കുമ്പോ എങ്ങനെ നിയ്യത്ത് വെക്കുന്ന അറിയോ? അൽഹംദുലില്ലാ, അപ്പൊ അടുത്ത് നമ്മളൊരു KMICയുടെ ശ്രോതാവ് നാട്ടിൽ വന്നിട്ട് അയാൾക്ക് എന്തോ കഷ്ടകാലത്തിന് ഇക്കൊല്ലം റമളാനിക്ക് നാട്ടിൽ വരാൻ തോന്നിയതാണ്. അയാളെ ഭാര്യന്റെ തറാവീഹ് നിസ്കാരം സഹിയാവാൻ ഉള്ള കഥ തീരുമാനമായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നാട്ടിലൊക്കെ എത്തി വീട്ടിലൊക്കെ വന്നു അൽഹംദുലില്ലാ സംസാരിച്ച് പിന്നെന്തിപ്പോ നോമ്പ് 2-3 നോമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കണ്, അല്ല ഉസ്താദ് ഈ തറാവീഹ് നിസ്കാരത്തിന് എങ്ങനെ നിയ്യത്ത് വെക്കേണ്ടതിനാണ്? അപ്പൊ ഇന്ന രൂപത്തിലാ നിയ്യത്ത് വെക്കുന്നാൽ ഇന്റെ ഭാര്യ ഇതുവരെ 20 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുന്നു എന്ന് വേണ്ട നിയ്യത്ത് വെക്കല്. അപ്പൊ നിക്കൊരു സംശയം വന്നപ്പോ ഞാൻ ഉസ്താദിന് വിളിച്ചതാണ് എന്നാണ്. ഞാൻ പോയത് പോവത്തെ ഇനി അങ്ങനെ കരുതാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ചിലവരുണ്ട്. ചിലവർക്ക് സാധാരണക്കാരെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. സാധാരണക്കാർക്കും മസ്അലകളിൽ വരുന്ന അബദ്ധം നിക്കറിന മാതിരി ഒരാൾക്കും അറിയില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഗ്രാമങ്ങളിലേക്ക് എന്റെ ക്ലാസ് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇതുവരെ ഒരു 500 ആൾക്കാരുള്ള ഒരു സദസ്സ് നിക്ക് കിട്ടിയിട്ടില്ല. എന്റെ മുമ്പിൽ 50 ആൾക്കാരെക്കാലം അന്യപരേക്ക് പാത്രം പോരാൻ പോകുന്ന തള്ളയായിരിക്കും എന്റെ ക്ലാസ് കേൾക്കാൻ വരുന്നത്. പാടത്ത് 4 പഠിക്കാൻ പോയ സ്ത്രീകളാണ് എന്റെ ക്ലാസ് കേൾക്കാൻ വരുന്നത്. മുത്തഫരീദിൽ നിന്ന് ഒരു വീട് പോലും മോതാത്തവര്, അവർക്ക് ചിലപ്പോൾ മസ്അല അറിയാത്തവരുണ്ടാവും. തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു ഒന്നായിട്ട് നിയ്യത്ത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ രണ്ട് റക്അത്തിന് അല്ലാഹു അക്ബർ കെട്ടുന്നവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിയ്യത്ത് വെക്കേണ്ടത് യഥാർത്ഥത്തിൽ അതിന്റെ അഫ്ളലായ എല്ലാ അഭിപ്രായ വ്യത്യാസവും പരിഗണിച്ച് നിയ്യത്ത് വെക്കുമ്പോൾ തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് ഈ നല്ല വശം. ഇനി അതിന്റെ വേറെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാവാം, തറാവീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെയാവാം. പക്ഷെ അവിടെ ഒരു ഖിലാഫ് വരും. റക്അത്തിന്റെ എണ്ണം പറയണോ പറയണ്ടേന്നൊരു ശാസ്ത്രം നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നത് റക്അത്തിന്റെ എണ്ണം പറയണം നിസ്കാരത്തില് നിയ്യത്ത് സഹിയാവാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഖിലാഫും പരിഗണിച്ചിട്ട്. പിന്നെ അവിടെ നിങ്ങൾക്കൊരു ഇഷ്കാല് വരും. തറാവീഹ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോ തറാവീഹ് നിസ്കാരം 20 റക്അത്തല്ലേ?
പിന്നെ എങ്ങനെ ഈ 2 റക്അത്ത് അങ്ങനെ നിയ്യത്ത് വെക്കുക? ഈ ഇഷ്കാലുകളൊക്കെ തീരാനാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട എല്ലാ KMIC ശ്രോതാക്കളും എല്ലാ ഖിലാഫും പരിഗണിച്ച് തറാവീഹ് നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുമ്പോ തറാവീഹിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കല്ലേ ഞാൻ കരുതി, അല്ലെങ്കിൽ ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്തിനെ നിസ്കരിക്കല്ലേ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ്, പിന്നെ അത് പറ്റുന്നു, ആ കോലം പറ്റുന്നു, ഈ കോലം പറ്റുന്നൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ അതിലൊക്കെയും വലിയ അഭിപ്രായ വ്യത്യാസം വരും. നമ്മളൊരു അമല് ചെയ്യല്ലേ, ശുദ്ധമായ റമളാനിലൊരു അമല് ചെയ്യുമ്പോ എല്ലാ ഇമാമിങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചൊരു നിയ്യത്ത് വെച്ച് നിസ്കരിച്ചപ്പോ അതിനിപ്പോ സമയമൊന്നുമില്ലല്ലോ, അതിനിപ്പോ സമയമൊന്നും നഷ്ടം വരുന്നില്ല. മനസ്സ് കരുതല്ലേ, അല്ലേ? മനസ്സ് കരുതല്ലേ. അവരെ 2 റക്അത്തിന് കരുതണോ കരുതണ്ടേന്ന് ഖിലാഫുണ്ട്. കരുതിയില്ലെങ്കിൽ സഹിയാവൂലാന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞ്, എന്തിനാണ് റമളാനിൽ ആ ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരം എന്തിനാണ് നമ്മുടെ തറാവീഹ് കൊളാക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞത്, തറാവീഹിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കല്ലേ ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നല്ലത്. അപ്പൊ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുമ്പോഴും തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഒന്നായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ, അല്ല ഈ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ കരുതുക? തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ എന്റെ ക്ലാസ് കഴിഞ്ഞ് ഈ വിഷയത്തിൽ നിങ്ങളെ ഇഷ്കാല് തീർന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ മൈക്കെടുത്ത് ചോദിക്കാൻ അവസരം തരാം എന്ന് അറിയിച്ച് തൽക്കാലം വെയില് കെട്ടുന്നു, വളപ്പ് കെട്ടുന്നു. പിന്നെ ക്ലാസ് റൂമിന് നമ്മളെ മൈക്കൊക്കെ വളപ്പ് കെട്ടാൻ കോയിമുതുകന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, DNT ഇട്ടാൽ മതിയല്ലോ. പിന്നെ ഈ കോയിമുതുകൾക്ക് ചിലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എളുപ്പം വളപ്പ് കെട്ടാം. ഏതിലേക്ക് ഇറക്കാം. ഇനി ഒരുപാട് ആളുകൾക്ക് അവിടെ സംശയം എന്താ വരിക, ഇനി ഏത് സൂറത്താ ഓതേണ്ടത്? അത് നല്ലൊരു ചർച്ചയാണ്. അവിടെ മഹാന്മാർ പറയുന്നു, തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ ഏറ്റവും ഓതാൻ പറ്റിയ സൂറത്ത് ഏതാണ് അറിയങ്ങൾ? അത് ഞാൻ ഈ ഒരു മസ്അല സാധാരണക്കാർക്ക് ആവശ്യമില്ലട്ടോ, പക്ഷെ ഞാൻ ഈ ഒരു മസ്അല പറയാൻ കാരണം എന്താണ്? നമ്മളെ ക്ലാസ് റൂമിൽ ഒരുപാട് ഹാഫിളീങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ഖുർആൻ ഹിഫ്ളാക്കിയ നല്ല നല്ല മുതഅല്ലിമീങ്ങളുണ്ട്. പക്ഷെ ഫിഖ്ഹിന്റെ കിതാബ് അവർ അത്ര നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഉപകരിക്കും എന്ന നിലക്കാണ് ഞാൻ ഈ മസ്അല. നിങ്ങൾ സാധാരണക്കാർ നിങ്ങൾ ബേജാറാവണ്ട, അബ്ബേ ആ സൂറത്ത് ഞങ്ങൾക്കൊന്നും ഓതാ അറിയില്ലല്ലോ, ഇനിയിപ്പോ ഞങ്ങളെങ്ങനെ നിസ്കരിക്കുക, ഞങ്ങളെങ്ങനെ നിസ്കരിക്കുക എന്ന് ബേജാറാവണ്ട. ഞാൻ അതുകൊണ്ടാണ് ഒരു പോയിന്റ് ആദ്യം വെക്കുന്നത്. നല്ല ഹാഫിളീങ്ങളാകുന്ന, നല്ല ഹിഫ്ളുള്ള നല്ല നല്ല ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പം മസ്അലകളൊന്നും വേണ്ടതുപോലെ അറിഞ്ഞോന്നില്ല. അപ്പൊ സാധിക്കുന്നവർ ചെയ്തോട്ടെ, ഹിഫ്ളുള്ളവർ ചെയ്തോട്ടെ എന്ന നിലക്ക് പറയുകയാണ്. മഹാന്മാര് പറയുന്നു, ഇതിലേറ്റവും ഓതാൻ നല്ലത് ഷർഖാവി. ഞാനത് ഉസ്താദുമാരുടെ ശ്രദ്ധക്ക് കൂടി ഇതിനെ കുറിച്ച് പറയാണ്. ഷർഖാവി പോലത്തെ ഫിഖിന്റെ കിതാബിൽ പറയുന്നത് ഏറ്റവും നല്ലത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. നല്ല ശ്രദ്ധിക്കുക, സമയം കൂടുതലൊന്നും ആവൂല. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ക്ലാസ് കഴിയും, ഞങ്ങൾ ആരും വിഷമിപ്പിക്കുന്നില്ല. അപ്പൊ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഉദാഹരണം സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ തഗാബുൻ പോലത്ത തസ്ബീഹുകളെ കൊണ്ട് തുടങ്ങുന്ന ഏത് സൂറത്തുകൾ, ഈ സൂറത്തുകൾ ഓതലാണ് ഏറ്റവും നല്ലത് എന്ന് ഷർഖാവി പോലത്തെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. നോക്കി നിങ്ങൾ, നമുക്ക് നോക്കിയാൽ കാണാം, സൂറത്തുൽ ഹദീദിന്റെ തുടക്കങ്ങളെ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. തസ്ബീഹ് അല്ലാഹു തആലാനെ പരിശുദ്ധമാക്കിയിട്ടാണ് സൂറത്തുൽ ഹദീദ് തുടങ്ങുന്നത്. ഇനി അതേമായി തന്നെ സൂറത്തുൽ തഗാബുൻ നോക്കിയാൽ കാണാം, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ ഹശ്ർ നോക്കിയാൽ കാണാം, ഇതേമാതിരി എന്ത് തസ്ബീഹ് കൊണ്ടാ തുടങ്ങുന്നത്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം.
അതുപോലെ തന്നെ സൂറത്തുൽ ജുമുഅ തുടങ്ങുന്നത്. സൂറത്തുൽ ജുമുഅ പലർക്കും കാണാപ്പാടുള്ളവരുണ്ടാകും, സാധിക്കുന്നവർക്ക് ഓതാം എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. സൂറത്തുൽ ജുമുഅയുടെ തുടക്കം യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം. അപ്പൊ ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട അങ്ങനത്തെ ഹാഫിലീങ്ങളാകുന്ന ഉസ്താദന്മാരുണ്ട്, അവർക്ക് സൂറത്തുകളൊക്കെ കാണാപ്പാടുണ്ടാവും. എല്ലാ സാധാരണക്കാർക്കും ഇത്ര വലിയ സൂറത്തുകൾ കാണാപ്പാടം ഉണ്ടായിക്കോളണം എന്നില്ല. ഏതായിരുന്നാലും ഷൗക്കാവി പോലത്തെ ഫിഖിന്റെ കിതാബ് പറയുന്നത് തസ്ബീഹ് നിസ്കാരത്തിന്റെ റക്അത്തുകളില് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകള് സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ തഗാബുന് പോലത്തെ ഏതെങ്കിലും ഇവകളിൽ നിന്ന് ഏതെങ്കിലും 4 സൂറത്ത് ഓതുക. അപ്പൊ ഒന്നും കൂടെ നൃത്തത്തിന് നീളം കൂടും. അവരൊരു ചെറിയ മസ്അല ഞാൻ പറയുകയാണ്. എപ്പോഴും നിസ്കരിക്കുമ്പോൾ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ വേണ്ടി ഹൈദ്, ഇഫാസ്, ഇസ്തിഹാദ്, റമദാൻ ഫിഖി മസലകൾ, ഹജ്ജ്, ഉംറ, വസ്വാസ് തുടങ്ങിയ എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് സ്ഥിരവും ലഭിക്കാൻ വേണ്ടി 97 44 87 57 92 എന്ന നമ്പർ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ ഉസ്താദിന്റെ ക്ലാസുകൾ ലഭിക്കുന്ന ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ലിങ്കുകളുടെ ശല്യമില്ലാത്ത ഓഡിയോ സഹിതം വരുന്ന ഗ്രൂപ്പുകളാണ്. പലവരും യൂട്യൂബ് ലിങ്ക് ആണ് ഷെയർ ചെയ്യാറുള്ളത്. നമ്മുടെ ഗ്രൂപ്പുകളിൽ ഓഡിയോ സഹിതം വരുന്നത് കൊണ്ട് കേൾക്കുന്നവർക്ക് വലിയ ഉപകാരമായിരുന്നു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വർഷങ്ങൾക്ക് മുമ്പുള്ള എല്ലാ ക്ലാസുകളും ടെലിഗ്രാമിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഖിയാമ് നിർത്തലാണ് ഏറ്റവും നല്ലത്. അതായത് നിസ്കാരത്തിന്റെ ഫറളുകളിൽ നിന്ന് സുജൂദാണോ അഫ്ളലായ ഫറള്, ഖിയാമാണോ അഫ്ളലായ ഫറള്, ഇതിൽ ഖിലാഫുള്ളൊരു മസ്അലയാണ്. പക്ഷേ പ്രബലമായ അഭിപ്രായ പ്രകാരം സുജൂദിനേക്കാൾ അഫ്ളലായ ഫറള് ഖിയാമാണ്. അതുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഒരാള് പെട്ടെന്ന് ചെറിയ സൂറത്തുകൾ ഓതി എത്ര റക്അത്ത് നിസ്കരിക്കലും വലിയ സൂറത്തുകൾ ഓതി 4 റക്അത്ത് നിസ്കരിക്കലും നോക്കുകയാണെങ്കിൽ 8നേക്കാൾ അഫ്ളല് ഏതാകുന്നു? ഈ 4 റക്അത്താകുന്നു. വലിയ സൂറത്തുകൾ ഓതി നൃത്തം നീട്ടി കുറെ നേരം നിന്ന് ഓതി നൃത്തം നീട്ടി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, അങ്ങനെ സൂറത്തുകൾ ഹിഫ്ളുള്ളവർക്ക് അങ്ങനെ ആവാം. ഇനി അതില്ലെങ്കിലോ അത് ഒരാൾക്ക് അറിയില്ല. അങ്ങനെ സൂറത്തു തഗാബുന്, സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ജുമുഅ പോലത്തെ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ അറിയില്ലെങ്കിൽ അവനിക്കെന്താണ് സൂറത്തു സുൽസല അഥവാ ഇദാ സുൽസിലത്തിൽ അർളു സുൽസാലഹ 1. അതുപോലെ തന്നെ വൽ ആദിയാതി ലബ്ഹൻ ഫൽ മൂരിയാതി ഖദ്ഹൻ 2ാമത്തെ സൂറത്ത്. പിന്നെ അൽഹാഖുമുത് തകാസുർ ഹത്താ സുൽസുമുൽ മഖാബിർ 3ാമത്തെ റക്അത്തില്. പിന്നെ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെയുമാവാം. പക്ഷേ ഭൂരിപക്ഷം കിതാബുകളിലും മഹാനായ സുയൂത്തി ഇമാമിനെ പോലത്തവര്, ഗസാലി ഇമാമിനെ പോലത്തവരൊക്കെയും പറഞ്ഞത് സൂറത്ത് സലാത്തു തസ്ബീഹില് തസ്ബീഹ് നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ 4 1ാമത്തെ റക്അത്തിൽ അൽഹാഖുമുത് തകാസുർ ഹത്താ സുൽസുമുൽ മഖാബിർ എന്ന സൂറത്ത്. 2ാമത്തെ റക്അത്തിൽ ഏത് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത്. 3ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്. 4ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്ത്. അതായിരിക്കും സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത്. വലിയ വലിയ സൂറത്തുകളൊക്കെയും കാണാപ്പാടം അറിയുന്നവർ
അപൂർവമായിരിക്കും. അതുകൊണ്ട് സാധാരണക്കാർ മറക്കാതിരിക്കാൻ, തഖ്വയില്ലാത്തവരും നിസ്കരിക്കണമെന്ന ആഗ്രഹമുള്ളവരും മുമ്പ് തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് കേൾക്കാത്തവരും എഴുതി വെക്കാൻ ഞാൻ ഒന്നുകൂടി പറയുന്നു. ഒന്നാമത്തെ റക്അത്തിൽ അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന സൂറത്ത് ഓതുക. ഫാത്തിഹ ഓതിയതിന്റെ ശേഷം രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് ഓതുക. മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. അവരെ ഒരു ഇഷ്കാൽ ഞാൻ തീർക്കുകയാണ്. കാരണം സാധാരണക്കാർക്ക് ചിലപ്പോൾ സംശയം വരും, ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കുമ്പോ ഉസ്താദെ അപ്പൊ പിന്നെ മൂന്നാമത്തെ റക്അത്ത് ഏതാ അല്ലെ, അങ്ങനെ ചോദ്യം വരും. അപ്പൊ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ അതിലെ ഒന്നാമത്തെ റക്അത്ത് 3-ാം റക്അത്തിന്റെ സ്ഥാനത്താണ്. സാധാരണക്കാരുടെ എല്ലാ ഇഷ്കാലും അത് തീർന്നോട്ടേച്ചിട്ടാണ്. കാരണം 2 റക്അത്ത് നിസ്കരിച്ച് സലാം പൂട്ടുമ്പോ സാധാരണക്കാരൊക്കെ എന്താ ചിന്തിക്കുക, ഇതിപ്പോ ആദ്യത്തെ റക്അത്തല്ല, ഇതിലിപ്പോ ഇനിയിപ്പോ ഏതാ ഓടേണ്ടി, അത് ആയിഷ്കാല് വരണ്ട, ആയിഷ്കാല് വരണ്ട. അതുകൊണ്ട് ഈ രണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കുമ്പോ അവരെ രണ്ടാമത്തെ പ്രാവശ്യം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് നമ്മൾ ആദ്യത്തെ റക്അത്ത് നിസ്കരിക്കുമ്പോ അത് തസ്ബീഹ് നിസ്കാരത്തിൽ നിന്ന് എത്രാമത്തെ റക്അത്താണ്? 3-ാമത്തെ റക്അത്താണ്. അപ്പൊ ആ 3-ാമത്തെ റക്അത്തിൽ നമ്മൾ അവരെ എന്ത് ചെയ്താൽ മതി? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ മതി. 4-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ മതി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഉണർത്തുന്നു. ഇനി ഒരാൾക്ക് ഇതും കിട്ടൂലാന്ന് വെക്കുക, ഒരാൾക്ക് ഇതും കിട്ടൂലാന്ന് വെക്കുക, ഓർക്ക് ഒന്നും കിട്ടൂല, ഒരു സൂറത്തും കിട്ടൂല, ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, നിസ്കാരത്തിന്റെ ഫറള് എന്ന നിലക്ക് അത് നിർബന്ധം തന്നെയാണ്. സൂറത്തുകൾ, ഇത്തരം സൂറത്തുകൾ ഓതാൻ അറിയുന്നവര് അതാ. ഇനി ഒരാൾക്ക് ഇഷ്ടാലും ഉസ്താദ് കാണാതെ അറിയില്ല, നോക്കി ഓതാൻ പറ്റുമോ? ഓന് മുമ്പിൽ എന്ത് ചെയ്തു, ഒരു സ്പീക്കിംഗ് സ്റ്റാൻഡ് പോലെ മാതിരി ഒരു ചെറിയ മേശ വെച്ചു. ആ മേശമ്മ വലിയൊരു മുസാഹിഫ് തുറന്നു വെച്ചു. എന്നിട്ട് ഓനെന്താക്കി, അവരെ അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് ഇങ്ങനെ മറച്ചു വെച്ച് അയക്ക് ഇങ്ങനെ നോക്കി ഓതി. കുഴപ്പമൊന്നുമില്ല, അത്രയും ഖുർആൻ നോക്കി നിസ്കരിക്കുമ്പോ ഖുർആൻ നോക്കി ഓതിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊരു ഇഷ്കാലം തീർക്കുന്നു. ഇനി സൂറത്ത് ഓതാൻ തീരെ അറിയില്ല, അല്ലെങ്കിൽ സൂറത്ത് ഓതാൻ അറിഞ്ഞിട്ട് ഒരാൾ ഓതിയില്ല, അതുകൊണ്ടൊന്നും ഈ നിസ്കാരത്തിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഈ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഇൻഷാ അല്ലാഹ് ആ നിസ്കരിക്കേണ്ട രൂപം ഇനി അപ്പൊ ഞാൻ റക്അത്തിന്റെ എണ്ണം പറഞ്ഞു, പകലിൽ നിസ്കരിക്കേണ്ട രൂപം, രാത്രിയിൽ നിസ്കരിക്കേണ്ട രൂപം, സൂറത്തുകൾ ഏത് എന്നൊക്കെയും പറഞ്ഞിട്ട് ഒരു ചെറിയ കാര്യം അതിന്റെ ഇടയിൽ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുയൂത്തി ഇമാം, ഗസാലി ഇമാമിനെ പോലത്തവരൊക്കെയും പറഞ്ഞ കണക്കില് 1-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് ഏതാണെന്നാ പറഞ്ഞത്? അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർക്ക് പലവർക്കും അതിന്റെ അർത്ഥം അറിയാതെ പോയിട്ടുണ്ട്. ഒരു ദിവസം 7 സൂറത്തോടെ പതിവാക്കൽ സുന്നത്താ. ഒരു ദിവസം 7 സൂറത്ത് പതിവാക്കൽ സുന്നത്താണ്. അതിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തു തകാസുർ. സൂറത്തു തകാസുർ എന്താ അല്ലാഹു പറയുന്നത്? അൽഹാഖും, നിങ്ങളെ മുടക്കാക്കി കളയും, അത്തകാസുറു, നിങ്ങളുടെ മുതലുകളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളെ മുടക്കാക്കി കളയും, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമൽ ചെയ്യലിനെ തൊട്ട്. എല്ലാരും ഇത്ര ആളുകള് 242 ഐഡിയകളും അതിനനുസരിച്ച റേഡിയോ ശ്രോതാക്കളും KMIC-യിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തസ്ബീഹ് നിസ്കരിക്കണം എന്ന നിലക്കാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു അമലാണ് തസ്ബീഹ് നിസ്കാരം. ആ തസ്ബീഹ് നിസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തിൽ അല്ലാഹ് പറയുന്നത് അൽഹാഖും ശഗലക്കും, നിങ്ങളെ മുടക്കാക്കി കളയും, അത്തകാസുറു അത്തഫാഖുറു അത്തഫാഖുറു ഫിൽ അംവാലി വൽ ഔലാദ്, ഈ സമ്പത്തും കുട്ടികളുടെയുമുള്ള പൊങ്ങച്ചങ്ങള് നിങ്ങളെ
മുടക്കാക്കി കളയും. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യലിനെ തൊട്ട്, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവലിനെ തൊട്ട് നിങ്ങളെ മുടക്കാക്കി കളയും. ഏതുവരെ? നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഖബർ സന്ദർശിക്കുന്നത് വരെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പലവരും ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, നിന്നെ ഖബറിലേക്ക് ഇറക്കുന്ന, ഒരാളെ ഖബറിലേക്ക് ഇറക്കുന്ന രംഗം ഇതുവരെ കാണാത്ത പലവരും ഉണ്ടാകും, അല്ലേ? ഖബറിലേക്ക് മയ്യത്ത് ഇറക്കുന്നത് കാണാത്ത എത്ര മനുഷ്യന്മാര്, പുരുഷന്മാരെ കൂട്ടത്തിലുണ്ട് ചിത്താ. കാരണം എന്താ? ഓ മയ്യത്തിന്റെ ഒപ്പം വരും. മയ്യത്തുകാരൻ കഴിഞ്ഞാൽ ഓനക്ക് നിൽക്കാൻ നേരമില്ല, ഓൻ നേരെ പായാണ്, ഓനക്ക് തിരക്കാ. ഒരു ദിവസം എല്ലാരും കൂടി ഈ പള്ളിത്തൊടുവിന്റെ ഒരു മൂലയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ചിന്തിക്കാത്ത പലവരുമുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? ഹത്താ സുസ്തുമുൽ മഖാബിർ. കണ്ടിട്ടില്ലേ? ഖബറടക്കുന്നവരെ കണ്ടവരില്ലേ ഈ ക്ലാസ് റൂമില്? നമ്മളെ മയ്യത്ത് അങ്ങനെ ഇറക്കി, അല്ലേ? മയ്യത്ത് അങ്ങനെ ഇറക്കി ഓരോ മൂടുകല്ല് വെച്ച് ഇങ്ങനെ വന്നാൽ 9ാമത്തെ മൂടുകല്ല്. സാധാരണ ഒരു മയ്യത്തിന് വെക്കുന്നത് 9 മൂടുകല്ല. 9ാമത്തെ മൂടുകല്ല് വെക്കുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തെ, ആ സുഹൃത്തിന്റെ ഖബറിന്റെ കാലിന്റെ ഭാഗത്തിലൂടെ തലയിന്റെ ഭാഗത്തിലേക്കൊന്ന് നോക്കിയാൽ ആ സുഹൃത്തിന്റെ തല പിന്നെ കാണുന്നില്ല. എന്തേ കാരണം? കൂലി ഇരുട്ടിലേക്ക് ഖബർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖബറിൽ ആ മനുഷ്യൻ ചിന്തിക്കും, റബ്ബേ, എനിക്കൊരുപാട് സമയങ്ങൾ കിട്ടിയിരുന്നു, ഒരു തസ്ബീഹ് നിസ്കരിക്കാൻ പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് സമയം കിട്ടാതെ പോയല്ലോ എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന അള്ളാഹ് ആകെ പറഞ്ഞതിന്റെ തുക അൽഹാഖു മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞ് അതിന്റെ ആ നരകത്തിന്റെ ഗൗരവവും നമുക്ക് വരാൻ പോകുന്ന രംഗങ്ങളൊക്കെയും വിശദീകരിക്കാണ് വളരെ മനുഷ്യന്റെ കൽബിനെ പിടിച്ച് കുലുക്കുന്ന ഒരു സൂറത്താണ് അൽഹാഖു മുത്തക്കാസുർ. അത് റെഡിക്ക് നമ്മളിങ്ങനെ അർത്ഥം വെക്കണം. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും സമയത്ത് നമുക്ക് അതിന് ഉപയോഗപ്പെടുത്താം. ഞാൻ അതിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിച്ചാൽ ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ കുറച്ചുകൂടി സമയം വേണം. അതുപോലെ തന്നെ 2ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതുന്ന വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നോക്കൂ നിങ്ങൾ, മഹാനായ ഷാഫി ഇമാമിന്റെ ഒരു വാക്ക് ഞാൻ അവിടെ പറയുകയാണ്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളാണ്. 114 സൂറത്തുകളിൽ നിന്ന് 113 സൂറത്തുകളും അല്ലാഹു ഇറക്കാതെ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് മാത്രമാണ് അല്ലാഹു ഇറക്കിയതെങ്കിൽ ലകഫത്തിന്നാസ, മാനവ കുലത്തിന് നന്മയിലേക്കുള്ള ആളുകളായി ഈ ഒരു സൂറത്തിലെ ആശയം മാത്രം മതി. മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആണ് എന്റെ ഓർമ്മ. അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തവർ പറയുന്നു, മഹാന്മാരാവുന്ന സഹാബികളിൽ നിന്ന് 2 ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ കുശലാന്വേഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് മറ്റേയാളുടെ കൈ പിടിച്ച് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് ഓടാതെ അവർ വിട്ടുപിരിയാറില്ല. അത്രയും ഗൗരവ. മനുഷ്യൻ അല്ലാഹു ചിന്തിപ്പിക്കുക. ആഖിറത്തിൽ ഒരാൾ വിജയിക്കണമെങ്കിൽ 4 കാര്യം വേണം. ആഖിറത്തിൽ ഒരാൾ വിജയിക്കണമെങ്കിൽ 4 കാര്യം വേണം. 1ാമത്തെ കാര്യം വിശ്വാസം, 2ാമത്തത് സൽപ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, ആ സൽപ്രവർത്തനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഏത്? നമ്മുടെ ഈ തസ്ബീഹ് നിസ്കാരം. അപ്പൊ അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിന്റെ 1ാമത്തെ റക്അത്തിൽ ഓതുന്ന അൽഹാഖു മുത്തക്കാസിറും 2ാമത്തെ റക്അത്തിൽ ഓതുന്ന വല്ലസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റൊക്കെയും വലിയ വലിയ ചിന്തകളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥങ്ങളൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കത് അറിയാതെ പോകുന്നത് എന്ന് പറയുന്നു. ഇനി ഞാൻ അപ്പോ സൂറത്തുകൾ ഏതൊക്കെയാണ് ഓതേണ്ടത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഹിഫ്ളുള്ളവരാണെങ്കിൽ, വലിയ വലിയ സൂറത്തുകളൊക്കെ കാണാപ്പാഠം അറിയുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ തഗാബുൻ, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ പോലത്തെ സൂറത്തുകൾ ഓതലാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏറ്റവും നല്ലത്
അത്ര വലിയ സൂറത്തുകൾ ഓതാൻ അറിയാത്തവരാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ അല്ലാഹുമ്മ തകാസുർ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസ്ർ, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി 300 തസ്ബീഹാണ് ചൊല്ലേണ്ടത്. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് വീതം 4 റക്അത്തിലായി 300 തസ്ബീഹ് ചൊല്ലണം. അവിടെ 1-2 മസാലകൾ പറഞ്ഞ് നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കാം. അഥവാ ഒരാൾ എന്ത് ചെയ്തു, തസ്ബീഹ് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബറൊക്കെ ചൊല്ലി, ഓനെക്കൊണ്ട് മുന്നോട്ട് പോകൂലാന്ന് തോന്നി ഇല്ലേ? കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വേണം. ചിലപ്പം തീരെ നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാർ തക്ബീറത്തിലേറാൻ ചെല്ലിയാൽ ചിലപ്പം വിചാരിച്ചു മതിനില്ല. ഇതിപ്പോ അബൂദയ്യാന്റെ മൂപ്പിച്ചല് കേട്ടെങ്ങാണ്ട് തുടങ്ങും ചെയ്തു. ഇതിപ്പോ പൂർത്തിയായി കിട്ടല്ലോ. അങ്ങനെ ഉണ്ടാവും. മുമ്പൊരാൾ തമാശ പറഞ്ഞു, അയാൾ തീരെ നിസ്കരിക്കാത്ത ഒരാള് തറാവീഹ് നിസ്കരിക്കാൻ പോയ കഥ പറയാണ്ട്. തീരെ ജീവിതത്തിൽ തീരെ നിസ്കരിച്ചില്ല. അയാൾ ഇങ്ങനെ ഉറക്കൊന്നും പോയിക്കോളൂ. ഓൻ നടോടെ നിസ്കരിക്കാൻ പോയത് തറാവീഹ. ഓൻ്റെ ഒരു ഗതികാലം ആലോചിച്ചോക്കാൻ. പക്ഷെ ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുമ്പോ ഈ പാപം വിചാരിച്ചു കഴിഞ്ഞു. കാരണം ഇമാം ഇങ്ങനെ സലാം വീട്ടുക, പക്ഷെ കഴിഞ്ഞു എന്ന് വിചാരിച്ചുമ്പോഴേക്ക് ഇമാമ് പിന്നെ അല്ലാഹു അക്ബർ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ 20 റക്അത്ത് നിസ്കരിച്ചാൽ നമ്മൾ ചെറിയ ദുആ നടക്കുമല്ലോ. ആ ദുആ കേട്ടപ്പം മനസ്സിലാക്കി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഉസ്താദ് ദുആക്കല് തുടങ്ങിയിരിക്കണ്, ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ ഓൻ അടുത്തിരിക്കുന്ന ആലോചന സമാധാനത്തിന് ഓൻ ഉറപ്പിച്ചിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞിരിക്കണ്. കാരണം ദുആക്കല്ലേ. അടുത്തിരിക്കുന്ന ആലോചന സമാധാനത്തിന് ചോദിച്ച് ഇഞ്ഞെന്തോ ഓന് ഉറപ്പിച്ചിരിക്കുന്ന നിസ്കാരം കഴിഞ്ഞിരിക്കണ്. കാരണം ദ്വാരക്കല്ലേ. ഓൻ കേട്ടത് ഇത്തരിമ്പാട് എന്തിനാ, അടുത്തിരിക്കുന്ന ആര് പറഞ്ഞത് വിട്ടുമ്പാട് എന്തിനാണ്. പക്ഷെ ഈ ഭാവം കേട്ടത് ഇത്തരിമ്പാട് എന്തിനാ. അതിന് സെഫിലുള്ള പേരക്കുറ്റിനെ വിളിച്ചിട്ടാണ് വല്യമാര് ചെന്ന് പറഞ്ഞാലാ ആയുസ് ഉണ്ടെങ്കിൽ ദുന്യാവിന്ന് കാണാം, അല്ലെങ്കിൽ 4 ആഖിറത്തിലും വെച്ച് കാണാം. അപ്പൊ തീരെ നിസ്കരിക്കാനൊക്കെ മടിയുള്ള ആൾക്കാർ തസ്ബീഹ് നിസ്കരിക്കാൻ നിന്നാ വാണ്ടിനീലാനൊക്കെ ചിലപ്പം തോന്നും. അങ്ങനെ ഒരു അവസ്ഥ വന്നു വരാം. അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നിന്നു, 4 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ശാരീരികമായ അസ്വസ്ഥത കാരണം അവനിക്ക് എന്തെങ്കിലും വേജാറോ അപ്രാളക്കും തുടങ്ങി നോക്കുക, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നെഞ്ചുവേദന വന്ന് നമുക്ക് പെട്ടെന്ന് നിസ്കരിച്ച് കഴിക്കണം. ഓ തസ്ബീഹ് ഒന്നും ചെല്ലാതെ വെറുതെ സാധാരണ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അത് നിസ്കരിച്ച് അവസാനിപ്പിച്ചു. ആ നിസ്കാരം സഹീഹാണ്. ഒരു മുത്തലക്കൻ 2 റക്അത്ത് അല്ലെങ്കിൽ മുത്തലക്കൻ 4 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ഓർക്കും ചെയ്യും. ഒരു പലരും ചോദിക്കുന്ന സംശയ, നിസ്കാരം നിസ്കരിക്കാൻ നിന്നു, തസ്ബീഹ് ഒന്നും ചെല്ല്, നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഈ നിസ്കാരം കെട്ടഴിക്കണ്ട. സാധാരണ നമ്മൾ നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കുമ്പോൾ ആ നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ ആ നിസ്കാരം സഹിയാണ്. ഓനിപ്പോ സാധാരണ 2 റക്അത്ത് നിസ്കരിച്ചൊരു പ്രതിഫലം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ പ്രതിഫലം മോൻക്ക് കിട്ടുകയും ചെയ്യും എന്ന സംശയവും തീർത്ത് അവിടെ ഒരു കാര്യം കൂടി. ഇനി നമ്മൾ നിസ്കരിക്കാൻ നിന്നു, തസ്ബീഹിന്റെ എണ്ണം പഴച്ചു, നമ്മൾ 15 ചെല്ലം തോത്ത് ഓർമ്മല്ലാതെ 20 ചെല്ലി, അല്ലെങ്കിൽ 15 ചെല്ലം തോത്ത് 13 ചെല്ലി. ഇങ്ങനെ തസ്ബീഹിന്റെ എണ്ണം പഴച്ചാൽ പകരം സഹ്വിന്റെ സുജൂദ് ചെയ്യരുത്. എന്റെ അനുഭവം ഞാൻ പറയുന്നു. ഒരാള് നിസ്കരിച്ചിട്ട് അവൻ ഏതോ ഒരു റുക്കൂയിലോ സുജൂദിലോ തസ്ബീഹിൽ ചെല്ലാൻ മറന്നു, അവസാനം സഹ്വിന്റെ 2 സുജൂദ് ചെയ്തു. കുഴപ്പമില്ലല്ലോ ഉസ്താദേന്ന് വെച്ചിട്ടാ ഫോണ് ചെയ്തതിന് ശേഷമാണ് ഫോൺ ചെയ്തത്. കാരണം ഇപ്പൊ നിസ്കാരത്തിന് നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റൂലല്ലോ. ഫോൺ ഏതായാലും 2 കൽപ്പിച്ചെങ്ങാത് സഹ്വിന്റെ സുജൂദ് ചെയ്ത് നിസ്കാരിക്കും കഴിഞ്ഞിട്ട് ചോദിച്ചു, സാറേ ഞാൻ ഇങ്ങനെ ചെയ്ത് കുഴപ്പമില്ലല്ലോ. നമ്മൾ കുഴപ്പമാണ്, നിസ്കാരം ബാത്തിലയക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ബാത്തിലയക്കുന്നത്, തസ്ബീഹ് നിസ്കരിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ ആദ്യം നിസ്കരിച്ചാലാണ് മസല. അങ്ങനെ തന്നെയാണ്. കാരണം സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ലാത്തവർക്ക് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ തസ്ബീഹുകൾ ഹൈആത്ത് സുന്നത്തിന്റെ സ്ഥാനത്താണ്. നമ്മളെ വജ്ജഹത്തു പോലത്തെ ഹൈആത്ത് സുന്നത്തുണ്ടല്ലോ, ഈ ഹൈആത്ത് സുന്നത്തിന്റെ സ്ഥാനത്താണ് ഈ തസ്ബീഹ് നിൽക്കുന്നത്. അപ്പൊ അത് മറക്കുകയോ എണ്ണം കൂടുകയോ എണ്ണം ചുരുങ്ങുകയോ ചെയ്താൽ അതിന്റെ പേരിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യരുത്. ചെയ്താലാണ് നിസ്കാരം ബാത്തിലാവുക എന്നും സാന്ദർഭികമായി അറിയിക്കുന്നു.
പിന്നെ അവരൊരു ഇഷ്കാല്, ഞാൻ ഈ നിസ്കാരത്തിന്റെ രൂപം പറയുമ്പോൾ ആ ഇഷ്കാലുകളൊക്കെ അത് തീർന്നോത്തേച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു റക്അത്തിൽ ഒരു റുക്കൂഇലോ സുജൂദിലോ അത് ചെല്ലാൻ മറന്നാൽ അത് ചെല്ലാൻ മറന്നു അത് പോവത്തേന്ന് വെക്കാൻ പാടില്ല, അത് പകരം വീട്ടണം. പക്ഷെ പകരം വീട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരാൾ റുക്കൂഇൽ ചെല്ലാൻ മറന്നു. ഒരു ഉദാഹരണം പറയാം. റുക്കൂഇൽ ചൊല്ലേണ്ടത് 10 പ്രാവശ്യമാണ് അല്ലെ? കഴിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയും, ഓർമ്മയില്ലാത്തവർക്ക് ഞാൻ അത് മനസ്സിലാകും. റുക്കൂഇൽ ചെല്ലേണ്ടത് 10 പ്രാവശ്യമാണ്. പക്ഷെ റുക്കൂഇൽ 10 പ്രാവശ്യം ഒരാൾ ചൊല്ലാൻ മറന്നു. അപ്പോൾ എഴുത്തിദാലിൽ എത്തിയിട്ടാണ് ഓർമ്മ വന്നത്, ഞാൻ റുക്കൂഇൽ ചൊല്ലിയിട്ടില്ലല്ലോ എങ്കിൽ ഇത് ചൊല്ലാൻ വേണ്ടി ഇനി റുക്കൂഇലേക്ക് പോവാൻ പാടില്ല. അല്ല മനസ്സിലാക്കാൻ സാധാരണക്കാർക്കുള്ള ക്ലാസ്സാണ്, ഉസ്താദ്മാർക്ക് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഒരാൾ റുക്കൂഇൽ ചൊല്ലാൻ മറക്കുകയും എഴുത്തിദാലിൽ എത്തി ഓർമ്മ വരികയും ചെയ്തു, ഞാൻ റുക്കൂഇൽ തസ്ബീഹ് ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ റുക്കൂഇലേക്ക് പോവരുത്. എന്നാൽ റുക്കൂഇൽ ചൊല്ലാത്തത് എഴുത്തിദാലിലും ചൊല്ലരുത്. അവിടെയാണ് മസ്അല കിടക്കുന്നത്. കാരണം എന്താ? എഴുത്തിദാലിൽ ചൊല്ലിയാൽ എഴുത്തിദാല് ഖസീറായ ചുരുങ്ങിയ ഫറലാണ്, അതിനെ വല്ലാതെ നീട്ടാൻ പാടില്ല. ഞങ്ങളാരും ഇഷ്കാലാക്കണമൊന്നുമില്ല. നമ്മളിപ്പോ ഈ മക്കത്തൊക്കെ ഉണ്ട് എഴുത്തിദാലിൽ ഒരു അലോക്കിന്റെ ദുഹ, എന്താണ് ഇപ്പൊ അതിന്റെ മസ്അലാന്നൊക്കെ നമ്മൾ പിന്നെ ആലോചിക്കണം അല്ലെ? 27-ാം രാവിന് മക്കത്തുള്ള ഏറ്റവും വലിയ ഇതെന്താ? ആ ഒരു 27-ാം രാവില് ആ വിത്തറിന്റെ ഇതിലുള്ള ഒരു ദുആയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ആലോചിക്കാം. നമ്മളല്ലപ്പോ ദ്വാരിക്കണ്, അവിടുത്തെ ഇമാമല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഏതായാലും കേൾക്കൂല, അപ്പൊ നമ്മളെ മദ്ഹബ് വൈക്കോളന്നില്ല. അപ്പൊ ഏതായിരുന്നാലും എഴുത്തിദാല് നീട്ടാൻ പാടില്ല. എഴുത്തിദാലും എദയിലുള്ള ഇരുത്തവും അത് ചെറിയ 2 ഫറള, അത് കാരണം കൂടാതെ നീട്ടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തസ്ബീഹ് നിസ്കരിക്കുന്ന ഒരു വ്യക്തി റുക്കൂഇൽ ചൊല്ലാൻ മറന്നു, എഴുത്തിദാലിൽ എത്തിയിട്ടാണ് ഓർമ്മ വന്നത്, അപ്പോൾ അവൻ റുക്കൂഇലേക്ക് മടങ്ങാനും പാടില്ല. റുക്കൂഇൽ ചൊല്ലാത്തത് എഴുത്തിദാലിൽ പകരം വീട്ടാനും പാടില്ല. ആ 10 എവിടെ കൊണ്ടുപോയി ചെല്ലണം? സുജൂദിൽ കൊണ്ടുപോയി ചെല്ലേണ്ടതാകുന്നു. ഇനി മനസ്സിലായില്ലേ? അപ്പൊ റുക്കൂഇൽ മറന്നത് എഴുത്തിദാലിൽ ചൊല്ലാതെ എഴുത്തിദാലിൽ ചൊല്ലേണ്ട 10 ചൊല്ലി നേരെ സുജൂദിലേക്ക് പോയി. റുക്കൂഇൽ മറന്നത് എവിടെ കൊണ്ടുപോയി ചെല്ലുക? സുജൂദിൽ കൊണ്ടുപോയി ചെല്ലുക. ഇനി 1ാമത്തെ സുജൂദിൽ മറന്നു. ഒരാൾ 1ാമത്തെ സുജൂദിൽ ഇത് ചെല്ലാൻ മറന്നാൽ യദയിലുള്ള ഇരുത്തത്തിൽ അത് ചെല്ലരുത്. കാരണം യദയിലുള്ള ഇരുത്തവും ചെറിയ ഫറളാണ്, ദീർഘിപ്പിക്കാൻ പറ്റാത്ത ഫറളാണ്. അപ്പൊ യദയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ട 10 ചൊല്ലി 1ാമത്തെ സുജൂദിൽ മറന്നത് എവിടെ വെച്ച് ചെല്ലാം? 2ാമത്തെ സുജൂദിൽ വെച്ച് ചെല്ലാം. 2ാമത്തെ സുജൂദിൽ മറന്നത് നൃത്തത്തിൽ വെച്ച് ചെല്ലാം. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഒരു ഫറളിൽ സുജൂദോ റുക്കൂഓ അല്ലെങ്കിൽ എഴുത്തിദാലിലോ പോലോത്തതിൽ മറന്നത് ശേഷമുള്ളതിൽ ചൊല്ലി തീർക്കേണ്ടതാകുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റുക്കൂഇൽ മറന്നത് എഴുത്തിദാലിൽ ചൊല്ലാൻ പാടില്ല, സുജൂദിൽ മറന്നത് യദയിലുള്ള ഇരുത്തത്തിലും ചെല്ലാൻ പാടില്ല. കാരണം അത് ചെറിയ ഫറളുകളായതുകൊണ്ട് അതിനെ ദീർഘിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, ഈ നിസ്കാരത്തിന് പിന്നീലൊരു ഇഷ്കാലൊന്നും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂറത്ത് പറഞ്ഞു, നിസ്കാരത്തിന്റെ നിയ്യത്ത് പറഞ്ഞു, അത് ഏതൊക്കെ സൂറത്തുകൾ എങ്ങനെയൊക്കെ ഓതണമെന്ന് പറഞ്ഞു, എല്ലാ രൂപങ്ങളും പറഞ്ഞു, യദയിൽ മറവി പറ്റിയാല് ചെയ്യേണ്ട രൂപം പറഞ്ഞു, എണ്ണം പേച്ചാല് സഹുവിന്റെ സുജൂദ് ചെല്ലിയോ ഇല്ലയോ എന്ന് അതൊരു പുതിയ സംശയം. ദീർഘമായ ഫർളുകളിൽ ചെല്ലുക, ചൊല്ലിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ വീണ്ടും ചെല്ലാതെ നിസ്കാരം ബാത്തിലാവുന്നില്ല. റുക്കൂഇൽ നമുക്കൊരു സംശയം, ഞാൻ പതിൽ ചെല്ലേണ്ട 10 ചൊല്ലിയോ ചെല്ലിയില്ലേ, ആ 10 വീണ്ടും ചെല്ലാം. അതുകൊണ്ട് നിസ്കാരം എന്താവൂല, ബാത്തിലാവൂല. ഇനി ഒരാൾ കൽപ്പിച്ചു കൂട്ടിയിട്ട് റുക്കൂഇൽ 10 അധികാക്കി, അങ്ങനെ ഒരാളെ ചെയ്തു നോക്കുക. ചെയ്യാതിരിക്കലാണ് നല്ലത്. വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഇബാദത്ത് മനഃപൂർവ്വം അതിനെ കൊലാക്കരുത്. പക്ഷെ ഒരാൾ മനഃപൂർവ്വം 10 അധികം ചൊല്ലി റുക്കൂഇൽ, അതുകൊണ്ടൊന്നും ഇവരുടെ നിസ്കാരം ബാത്തിലാവുന്നതല്ല. ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഈ തസ്ബീഹു നിസ്കാരത്തിന്റെ രൂപം പല കൈഫിയത്തിനാണ് ആകൃതി, രൂപം പല രൂപവും വന്നിട്ടുണ്ട് ഹദീസുകളിൽ. അത് എല്ലാ രൂപവും പറയുമ്പോൾ സാധാരണക്കാർക്ക് ഇഷ്കാലാകും. ആ ഹദീസുകളിൽ നിന്ന് വന്ന രൂപങ്ങളിൽ നിന്ന് ഏറ്റവും അഫ്ളലായ
ഔലയായ ഏറ്റവും നല്ല രൂപം ഞാൻ പറയാം. ആ രൂപം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെക്കുക, അതേമായിട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ഫിഖിന്റെ കിതാബൊക്കെ നോക്കി അങ്ങനെ ആവാം ഇങ്ങനെ ആവാം മറ്റേൽക്കാവാന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ സാധാരണക്കാരുടെ കൽബില് പല രൂപം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രത്യേകിച്ച് എൻ്റെ KMIC റേഡിയോ ശ്രോതാക്കൾക്ക് അവരെ സംശയം വരും എന്നതുകൊണ്ട് ഞാൻ ആ വ്യത്യസ്തമായ രൂപങ്ങളൊന്നും പറയുന്നില്ല. ഏറ്റവും അഫ്ളലായ രൂപം, ഓന് രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈരണ്ട് റക്അത്തായിട്ട് നിസ്കരിക്കുക. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അതിന്റെ ശേഷം വജ്ഹത്ത് ഓതണം. വജ്ഹത്ത് സുന്നത്താണ്. വജ്ഹത്ത് ഓതി അഊദ് ഓതി ഫാത്തിഹ ഓതിയതിനു ശേഷം ഒന്നാമത്തെ റക്അത്താണല്ലോ അൽഹാക്കുമുത് തകാസുർ എന്ന സൂറത്ത് ഓതി. എന്നിട്ട് ആ സൂറത്ത് ഓതിയതിനു ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ഏറ്റവും നല്ലതാണ്. ഒരുപാട് മഹാന്മാർ ഗസാലി ഇമാമിനെ പോലോത്തവര്, സുയൂത്തി ഇമാമിനെ പോലോത്തവരൊക്കെയും വിശദമായി പറഞ്ഞിട്ടുണ്ട്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഒരാൾ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചേർത്തിയില്ലാന്ന് വെക്കുക, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. തസ്ബീഹ് പഴക്കാതിരിക്കണം. അപ്പോൾ തസ്ബീഹിന്റെ കൂലി കിട്ടുമല്ലോ എന്ന് മാത്രം. തസ്ബീഹ് നിസ്കരിച്ച കൂലി കിട്ടണമെങ്കിൽ 300 തസ്ബീഹ് ചൊല്ലണം. അവരെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പൊ വജ്ഹത്ത് ഓതി ഫാത്തിഹ ഓതി അൽഹാക്കുമുത് തകാസുർ എന്ന സൂറത്തോതി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പൊ ചെറിയ ഇഷ്കാല് സാധാരണക്കാർക്ക്, ഉസ്താദെ എണ്ണം കൂടാതിരിക്കുക ചുരുങ്ങാതിരിക്കുക നല്ലതല്ലേ? അപ്പൊ വിരൽ കൊണ്ട് എണ്ണം പിടിക്കാൻ പറ്റുമോ? പിടിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വിരല് മാത്രം മനക്കി എന്നതിന്റെ പേരിൽ നിസ്കാരം ബാത്തിലാകൂല. അതാണ് മുഅ്തമദ്. ഒരു വിരല് ഒരു പ്രാവശ്യം അനക്കിയാൽ ഏതായാലും നിസ്കാരം ബാത്തിലാവൂല. ഒരു വിരല് തന്നെ പല പ്രാവശ്യം ഒപ്പം ഇളക്കിയാൽ നിസ്കാരം ബാത്തിലാകുമെന്നൊരു അഭിപ്രായം ശാഫിഈ മദ്ഹബിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഒരു വിരലൊന്നിങ്ങ് നീക്കി, എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ കയ്യിന്റെ വിരൽ കൊണ്ട് എണ്ണം പിടിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുന്നതല്ല എന്നും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ സാന്ദർഭികമായി അറിയിക്കുന്നു. അങ്ങനെ 15 ചൊല്ലി നേരെ റുക്കൂഇലേക്ക് പോകുക. റുക്കൂഇൽ പോയി 10 പ്രാവശ്യം സാധാരണ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നുള്ള ആ തസ്ബീഹിനു ശേഷം 10 പ്രാവശ്യം പിന്നെ എഴുത്തിദാലിലേക്ക് വരിക. എഴുത്തിദാലിൽ സാധാരണ ചെല്ലേണ്ട ദിക്റിന് ശേഷം 10 പ്രാവശ്യം നേരെ സുജൂദിലേക്ക് പോകുക. സുജൂദിൽ സാധാരണ ചൊല്ലേണ്ട തസ്ബീഹ് ചൊല്ലി 3 പ്രാവശ്യം ചൊല്ലിയിട്ട് എന്താക്കുക? 10 പ്രാവശ്യം യദയിലുള്ള ഇരുത്തത്തിലേക്ക് വരിക. യദയിലുള്ള ഇരുത്തത്തിലുള്ള സാധാരണ ദിക്ർ ചൊല്ലിയിട്ട് 10 പ്രാവശ്യം രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുക 10 പ്രാവശ്യം. ഇനി അവിടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താ. എല്ലാ നിക്കാലത്തിലും സുന്നത്താ. പിന്നെ അവിടെ ഒരു ചെറിയ മസ്അല സാന്ദർഭികമായി പറയാണ്, ഇമാമ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. അത് പറയുമ്പോൾ എന്റെ സാധാരണക്കാരായ റേഡിയോ ശ്രോതാക്കൾക്ക് ഇസ്തിറാഹത്ത് അറബി വാക്കായതുകൊണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സുജൂദ് ഒന്നാമത്തെ റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുക. നമ്മൾ ആദിക്കത്തെ അത്തഹിയാത്തിന് ഇരിക്കും പോലെ, അല്ലെങ്കിൽ യദയിലെ ഇരുത്തത്തിന് ഇരിക്കും പോലെ ഒന്നുകൂടി ഇരിക്കുക. ആ ഇരുത്തം വല്ലാതെ ദീർഘിപ്പിക്കരുത്. ഇരുന്നിട്ട് എഴുന്നേൽക്കുക. ഇതിനാണ് ഇസ്തിറാഹത്ത്. ഒരു എന്താ പറയാ, ഒരു റാഹത്ത്, ഒരു റെസ്റ്റ് എടുക്കുക. ഇസ്തിറാഹത്ത് ഒരു ആശ്വാസം എടുക്കുക. എന്റെ KMIC റേഡിയോ ശ്രോതാക്കള് അബൂ റയ്യാൻ ഉസ്താദിന്റെ ക്ലാസുകൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി 97 44 87 5792 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഹൈദ് നിഫാസ് ഇസ്തിഹാദ് വെള്ളംപോക്ക്
അതുപോലെ വസ്വാസ്, റമളാൻ മസ്അലകൾ, ഹജ്ജ്, ഉംറ തുടങ്ങി നിങ്ങളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഫിഖ്ഹി മസ്അല ക്ലാസുകൾ ദിവസവും ലഭിക്കാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന 9747875792 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉസ്താദിന്റെ ഫിഖ് സംബന്ധമായ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക. ഇവിടെ ഒരു കാര്യമല്ല, രണ്ട് മസ്അല അവരെല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ചില ഇമാമീങ്ങൾ പറയുന്നത് ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുമ്പോ ഇമാമ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ടില്ലെങ്കിൽ മഅ്മൂമും ഇരിക്കരുത് എന്നൊരു അഭിപ്രായം ഫുഖഹാക്കൾക്കുണ്ട് ശാഫിഈ മദ്ഹബില്. പക്ഷേ നമ്മുടെ ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഇമാമ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ടില്ലെങ്കിലും മഅ്മൂമിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ്. ഇനി അവിടെ ഒരു മസ്അല കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, സുജൂദിൽ നിന്ന് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് വരുമ്പോ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആ തക്ബീർ പലവരും കാണാം. എന്ത് കാണാം? ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് ആ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തക്ബീർ തുടങ്ങുന്നവരെ കാണാം. അത് സുന്നത്തിനെതിരാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു പല ആളുകളും ഈ ഒന്നാമത്തെ റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് ആ ഇരുത്തത്തിൽ നിന്ന് നൃത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ തുടങ്ങുന്നത് കാണാം. യഥാർത്ഥത്തിൽ മസ്അല അങ്ങനെയല്ല. സുജൂദിൽ നിന്ന് തല പൊന്തിക്കുമ്പോ തന്നെ തക്ബീർ തുടങ്ങണം. എന്നിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ആ തക്ബീർ നിർത്തണം. അങ്ങനെ നൃത്തത്തിലേക്ക് എത്തുന്നത് വരെ പരമാവധി 7 അലിഫുകളുടെ കതിർ നീളാത്ത രൂപത്തിൽ നൃത്തത്തിലേക്ക് എത്തുന്നത് വരെ നിർത്തണം. ഫത്ഹുൽ മുഈൻ പോലത്തെ ഫിഖിന്റെ കിതാബ് വ്യക്തമായി പറയുന്നു, സുജൂദിൽ നിന്ന് തല പൊന്തിച്ച് നൃത്തത്തിലേക്ക് വരുമ്പോ അവൻ സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ തന്നെ തക്ബീർ തുടങ്ങണം. വഇൻ ഫസ്സല ബിജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കൊണ്ട് അതിന്റെ ഇടയിൽ വിട്ടുപിരിച്ചാലും ശരി. ഇതാണ് ഇവിടെ സാധാരണ നിസ്കാരത്തിലെ മസ്അലത്തോ. ഇനി ഇവിടെ തസ്ബീഹ് നിസ്കാരത്തിൽ ഒരു വ്യത്യാസമുണ്ട്. തസ്ബീഹ് നിസ്കാരത്തിൽ അവൻ ചെയ്യേണ്ടത് എന്താ? 2 സുജൂദും കഴിഞ്ഞ് ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചെല്ലണം. നല്ല ശ്രദ്ധിക്കണം. ഇവിടെ സാധാ നിസ്കാരവും തസ്ബീഹു നിസ്കാരവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശദീകരിക്കുന്നത്. ഞങ്ങൾ വെറുപ്പിക്കല്ല, ആരെയും ബുദ്ധിമുട്ടിക്കല്ല. എന്റെ സാധാരണക്കാരുടെ സംശയം അവിടെ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു തസ്ബീഹ് ഒരു റക്അത്ത് കഴിഞ്ഞു, 2 സുജൂദും കഴിഞ്ഞു, നമ്മൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കുക. അവിടെ ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചൊല്ലുക. അപ്പൊ തക്ബീർ എങ്ങനെ ചെല്ലുക? അങ്ങനെ ഇഷ്കാരി സാധാരണക്കാർക്ക് വരുമല്ലോ. അപ്പൊ സുജൂദിൽ നിന്ന് തസ്ബീഹ് നിസ്കരിക്കുമ്പോ എന്ത് വേണം? അവൻ ഇരുത്തത്തിൽ നിന്ന് സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരുമ്പോ തക്ബീർ ചൊല്ലി അവസാനിപ്പിക്കുക. എന്നിട്ട് 10 തസ്ബീഹ് ചെല്ലുക. എന്നിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് ഒന്നും മുണ്ടാതെ എഴുന്നേറ്റ് നിൽക്കുക. മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം എന്ത് വിശദീകരിച്ചു? സാധാരണയുള്ള നിസ്കാരത്തില് ഇപ്പൊ നമ്മൾ ളുഹ്റോ അസ്റോ പോലത്തെ നിസ്കാരം നിസ്കരിക്കാന് ഒന്നാമത്തെ റക്അത്തിലെ 2 സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ നൃത്തത്തിലേക്ക് വരുമ്പോ സുജൂദിൽ നിന്ന് തന്നെ തക്ബീർ തുടങ്ങി അതിന്റെ ഇടയിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കൊണ്ട് വിട്ടുപിരിച്ചാലും ശരി, ആ തക്ബീർ എവിടെ നിന്ന് തുടങ്ങണം? സുജൂദിൽ നിന്ന് തുടങ്ങി നൃത്തം വരെ നിർത്തേണ്ടതാവുന്നു. തസ്ബീഹ് നിസ്കാരത്തിൽ ചെയ്യേണ്ടത് അങ്ങനെയല്ല. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലുക. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തോടുകൂടെ തക്ബീർ അവസാനിച്ചു. എന്നിട്ട് അവൻ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 പ്രാവശ്യം ചൊല്ലി. എന്നിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് ഒന്നും ചൊല്ലാതെ മുകളിലേക്ക് നൃത്തത്തിലേക്ക് വരിക. ഇപ്പൊ 75 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റക്അത്തിൽ
വജ്ജത്തുല്യ അഊദോതി ഫാത്തി ഓതി സൂറത്തോതി ഫാത്തി ഓതി വല്ലസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്തോതി ഇതേ രൂപത്തിൽ എന്താക്കുക. റുക്കൂഇൽ 10, ഇഅ്തിദാലിൽ 10, 2 സുജൂദിൽ 10, യദൈലുൽ യുക്തത്തിൽ 10. ഇനി അവിടെ ഓന് രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുകയാണോ എങ്കിൽ അത്തഹിയ്യാത്ത് ഓതുന്നതിന് മുമ്പ് എന്താക്കുക, 10 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അത്തഹിയ്യാത്ത് ഓതുക, എന്നിട്ട് സലാം വീട്ടുക. അല്ല ഓന് സലാം വീട്ടാതെ എഴുന്നേറ്റ് നിൽക്കാം, അതും ഓനിക്കാവാൻ വിരോധമൊന്നുമില്ല. ഏതായാലും അപ്പൊ അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നവർ അങ്ങനെ ചെയ്യുക. ആ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് വെച്ച് 10 പ്രാവശ്യം ചൊല്ലി സലാം വീട്ടുകയാണെങ്കിൽ സലാം വീട്ടുക. അതല്ല മൂന്നാമത്തെ റക്അത്തിലേക്ക് നേരെ എഴുന്നേറ്റ് വരികയാണോ അങ്ങനെയും ആവാം. അങ്ങനെ മൂന്നാമത്തെ റക്അത്തും നാലാമത്തെ റക്അത്തും നിസ്കരിക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അവിടെ പിന്നെ ഇതാണ് ഇതിന്റെ അഫ്ളലായ രൂപം. ഇപ്പൊ 300 തസ്ബീഹായി അല്ലെ, 4 റക്അത്തിലായി 300 തസ്ബീഹ്. ഇനി വേറെയും പല രൂപങ്ങളും ഇതിലുണ്ട് കേട്ടോ. എവിടെ എന്തെങ്കിലും ഇടയിൽ ആദിക്കത്തെ അത്തഹിയ്യാത്തിൽ വേറെ തസ്ബീഹ് വേണോ? അത് വേണം. ആദിക്കത്തെ അത്തഹിയ്യാത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചൊല്ലാണ്? നല്ല ശ്രദ്ധിക്കുക. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയ്യാത്തോതി സലാം വീട്ടാണ്. അതിൽ 10 ചെല്ലണം. അപ്പഴല്ല അല്ലെങ്കിൽ 10 ആവും. അല്ല, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയ്യാത്ത് ഓതാതെ അത്തഹിയ്യാത്ത് ഓതാതെ മൂന്നാമത്തെ റക്അത്തിലേക്ക് നിൽക്കുകയാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞു. 4 റക്അത്ത് ഒന്നായിട്ട് നിസ്കരിക്കുന്നവന് ഇടയിൽ അത്തഹിയ്യാത്ത് ഓതിയിട്ടും നിസ്കരിക്കാം, ഇടയിൽ അത്തഹിയ്യാത്ത് ഓതാതെയും നിസ്കരിക്കാം. അപ്പൊ അത്തഹിയ്യാത്ത് ഓതാതെ നിസ്കരിക്കുകയാണെങ്കിൽ അവരെ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇർത്തം വരും. ആ ഇസ്തിറാഹത്തിന്റെ ഇർത്തത്തിലായിട്ട് 10 ചെല്ലുക. അതെല്ലാം രണ്ടാമത്തെ റക്അത്ത് നിസ്കരിച്ച് അത്തഹിയ്യാത്ത് ഓതിയിട്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുകയാണെങ്കിൽ ആ അത്തഹിയ്യാത്തിൽ വെച്ചിട്ട് എന്താക്കുക, 10 ചെല്ലണം. അപ്പലേ എന്ത് പൂർത്തിയാവുകയുള്ളൂ? 75 ഓരോ റക്അത്തിലും 75 ദിക്ർ തസ്ബീഹ് പൂർത്തിയാവുകയുള്ളൂ. ഇനി ഞാൻ പറയുന്നു, എന്റെ ക്ലാസ് റൂമിൽ പല ഉസ്താദുമാരുണ്ടാവും, പല രൂപം വേറെയും ഇതിനുണ്ട്. അത്തഹിയ്യാത്തിന്റെ ശേഷം ചെല്ലുക, ഖിറാഅത്തിന്റെ മുന്നേ ചെല്ലുക, ഖിറാഅത്തിന്റെ ശേഷം ചെല്ലുക. അത് എല്ലാവരും കൂടി പറയുമ്പോ എന്റെ സാധാരണക്കാരുടെ കൽബ് കൺഫ്യൂഷൻ ആവും എന്നതുകൊണ്ട് ഞാൻ അഫ്ളലായ ഈ രൂപം മാത്രം പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധിക്കുന്നവർക്ക് ചെല്ലാൻ ഞാൻ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓരോ അത്തഹിയ്യാത്തും ഇങ്ങനെ നമ്മൾ തസ്ബീഹ് ചൊല്ലി അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നതിന് മുമ്പ് ഒരു പ്രത്യേകമായ ദുആ ഉണ്ട്. ആർക്കെങ്കിലും എഴുതിയെടുക്കാൻ വയ്ക്കുന്നവർക്ക് എഴുതിയെടുക്കാം. വലിയ ഒരു പ്രതിഫലമുള്ള ദുആയാണ്. അവരൊരു മസ്അല പറയുകയാണ്. ഒരാള് 2 റക്അത്ത് ചൊല്ലി 2 റക്അത്താണ് തസ്ബീഹ് നിസ്കരിക്കുന്നതെങ്കിൽ ഓരോ അത്തഹിയ്യാത്തിനും സലാം വീട്ടുന്നതിന്റെ മുമ്പും ഈ ദുആ കൊണ്ടുവരൽ സുന്നത്താണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു. ഞാൻ പറയാൻ പോകുന്ന ദുആ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നതിന് മുമ്പ് ഓതേണ്ട ഒരു ദുആയുണ്ട്. നിർബന്ധമൊന്നുമില്ല. സാധിക്കുന്നവര് നല്ല ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഒരുപാട് മഹത്വങ്ങളുള്ള ദുആയാണ്. ഒരാൾ എന്ത് ചെയ്യുകയാണ്? 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഓരോ അത്തഹിയ്യാത്തിലും സലാമിന്റെ മുമ്പേ ഈ ദുആ കൊണ്ടുവരൽ സുന്നത്താണ്. ആ ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വ അഅമാല അഹ്ലിൽ യഖീൻ വ മുനാസഹത അഹ്ലിൽ തൗബത്തി വ അസ്മ അഹ്ലിൽ സബ്രി وجد أهل الخشية وطلب أهل الغربة وتعبد أهل الورع وعرفان أهل العلم حتى أخافك എന്നുള്ള ദുആ അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുന്നതിന് മുമ്പ് എന്ത് സാധിക്കുന്ന ഒരു പബ്ലിക്കിൽ അതിച്ചാൽ ആരെങ്കിലൊക്കെ അത് എഴുതിയെടുക്കാൻ സാധ്യതയുണ്ട്. അവരത് ചൊല്ലിക്കോലും. അവർക്ക് കൂടി അത് ഉപകാരമാകും. എനിക്ക് അറബി ടൈപ്പ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഏതായിരുന്നാലും ഒന്നുകൂടി അത്തഹിയ്യാത്ത് മനസ്സിലായില്ല, അതിന്റെ ചെറുതായ രൂപം ഉണ്ടോ? ഇല്ല, ഇത് ചെറിയ രൂപം തന്നെ. ഇതിലും വലിയ ചെറിയ ദുആ. ഇപ്പൊ ദുആ ഞാൻ ചുരുക്കിയതാ.
സവാമ ചോദിക്കാൻ ഇതിനേക്കാളും ചെരിഞ്ഞ ദുആന്തോന്ന്. അതിന് കൂടി പോയി ചോദിച്ചോളെ. ഇനിയും ദുആണ്ട്, അത് ഞാൻ ചുരുക്കിയതാ. ഞാനിപ്പോ ഒരു മഷൂറായ ദുആ, അതിന്റെ ഒരു പ്രകൃതിയാ. നമ്മൾ കുറേ അങ്ങോട്ട് പറയുമ്പോ എന്ത് ചെയ്യും, ആൾക്കാർ ഇന്നെ കൊണ്ടാവൂലെന്നാല്. അത് ഞാൻ എപ്പോഴും ആൾക്കാരെ അമല് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുറെ ആ ദുആ ചെല്ലണം, ഈ ദുആ ചെല്ലണം, മറ്റേ ദുആ ചെല്ലണം. ഇത് എല്ലാവരും പാടെ ചെല്ലി തന്നപ്പോ നിക്കരിക്കാൻ സാധിച്ചില്ല. തൽക്കാലം ഇപ്പം ഉണ്ടാതിരിക്കാനാണ്. അപ്പൊ ഒരു ചെറിയ ദുആ, ഇത് മഹാന്മാരൊക്കെ വളരെ തസ്ബീഹ് നിസ്കാരത്തിൽ തഹിയ്യാത്തോതി സലാം വീട്ടുന്നതിന് മുമ്പേ ചൊല്ലേണ്ടതാണെന്ന് മഹാന്മാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വഅഅമാല അഹ്ലിൽ യഖീൻ ومناصحة أهل التوبة وعزم أهل الصبر وجد أهل الخشية وطلب أهل الرغبة وتعبد أهل الورع وإرفان أهل العلم حتى أخافك. വരെയും പല ദുആകളും കിതാബുകളിലുണ്ട്. അല്ലാഹു തആല നമുക്ക് സാധിക്കുന്നവരൊക്കെ ചെല്ലുക, പിന്നെ ഒരു പണി ചെയ്യുക. നമുക്കിനിപ്പോ ഈ ദുആ ഒന്നും അറിയില്ലാന്ന് വെക്കുക. കിതാബിൽ പറയുന്നുണ്ട്, സലാം വീട്ടിച്ച് നമ്മക്ക് എന്തൊക്കെ അള്ളാഹിനോട് ചോദിക്കാനുള്ളത്. അത് കാര്യമായിട്ട് നമ്മുടെ മഗ്ഫിറത്തിന്റെ വിഷയം തന്നെ. ആത്മാർത്ഥമായി നിസ്കരിച്ച് രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി A4 ഷീറ്റിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ആ രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ കൽബിൽ ഇങ്ങനെ ചെറുപ്പത്തിൽ കോളേജിൽ പോകുന്ന കാലത്ത് കുട്ടികളേറ്റ് കളിച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവൂലേ? ഇപ്പൊ കോളേജിൽ പോയ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. സവാമയ്ക്ക് പിന്നെ മർക്കസിന്റെ എത്തിയും കാതയിൽ പൊളിച്ചതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ദുൽമൊന്നും കാത്തിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഉറക്കം പോകാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ആക്ഷേപിച്ചതല്ലോ. നേരെ മറിച്ച് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, കോളേജിൽ BA പഠിക്കുന്ന കാലത്തൊക്കെ പല ദുൽമും കാത്തിയിട്ടുണ്ടാവും. ആ ദുൽമൊക്കെ ഇങ്ങനെ കൽബിൽ ഓർമ്മ വരുമ്പോ റബ്ബേ, എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ പല പെൺകുട്ടികളോടും കമന്റ് അടിച്ചിട്ടുണ്ട്, പല പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പല പെൺകുട്ടികൾക്കും ഞാൻ എഴുത്തു കൊടുത്തിട്ടുണ്ട്. റബ്ബേ ഇജ്ജ് പൊറുത്തു തരണേ, എന്റെ ബുദ്ധിമോശം കൊണ്ട് വന്നതാ. നമ്മൾ A4 ഷീറ്റിൽ വെച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തമ്മാതിത്തരങ്ങള്, ഒരുപാട് വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയതൊക്കെ കൽബിൽ ഇങ്ങനെ വരുമ്പോ അബ്ബേ, ഇതൊക്കെ നന്മ തിന്മ തൂക്കുമ്പോ ഇതിന്റെ തിന്മയുടെ ആ തത്തിൽ വരുമല്ലോ. അബ്ബേ ഇജ്ജ് പൊറുത്തു തരണേ എന്ന് മനസ്സൊരുകി നമ്മക്കറിയുന്ന ഭാഷയിൽ നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു ഈ ഒരു മഗ്ഫിറത്തിന്റെ പത്തിൽ നമുക്ക് ചെയ്യാൻ